GDP-യുടെ വളരെ ബേസിക് ടോപ്പിക്സ് നമ്മൾ കാണാൻ പോകുന്നു. അപ്പോൾ അതിനകത്ത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ വി വിൽ സ്റ്റാർട്ട് GDP ബേസ് ഇയർ റിവിഷൻ, അതിനെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ബേസ് ഇയർ റിവിഷനെ പറ്റി ഞാൻ പറഞ്ഞത് 2015 നമ്മൾ GVA എന്നത് മാറി GDP ആയി നമ്മുടെ ബേസിക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതിനെപ്പറ്റി മെയിൻസിൽ ചോദിച്ചിരുന്നു. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനെപ്പറ്റിയും ചോദിക്കാം. ഓക്കെ, വൈ ഡിഡ് ഇറ്റ് ഡു സോ, വാട്ട് ആർ ദി ഇംപ്ലിക്കേഷൻസ് ഒക്കെ ചോദിക്കാം. മാത്രമല്ല ഇങ്ങനെ ബേസ് ഇയർ മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ടോപ്പിക്ക് ബേസ് എഫക്റ്റ് ആണ്. ബേസ് എഫക്റ്റ് എന്താണ്? ബേസ് എഫക്റ്റ് അതായത് ബേസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ ഈ വർഷത്തെ GDP നമ്മൾ കമ്പയർ ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലോട്ടാണെങ്കിൽ പ്രീവിയസ് ഇയറിലെ GDP-യിലുള്ള മാറ്റം, അതായത് ഇപ്പോൾ ഭയങ്കരമായ വ്യത്യാസങ്ങൾ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ വെയ്റ്റ്സ് ബേസ് ഇയർ മാറ്റി, 2024 മാറ്റി. കഴിഞ്ഞ വർഷം അപ്പോൾ ബേസ് എത്രയായിരുന്നു? 2012 തന്നെയായിരുന്നു. മാത്രമല്ല നമ്മൾ ആ ബേസ് ഇയർ മാറ്റിയപ്പോൾ സംഭവിച്ച മറ്റൊരു കാര്യം, വെയ്റ്റ്സ് മാറി. നമുക്കറിയാം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന് കുറച്ച് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ട്. ആ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിന് ഫോർ എക്സാമ്പിൾ ഫുഡ് ആൻഡ് ബിവറേജസ്, അതിനൊരു വെയിറ്റ് ഉണ്ട് അല്ല. ആ വെയിറ്റ് വെച്ചിട്ടാണ് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് കൂടുതലുള്ള സാധനത്തിൽ ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ CPI-യുടെ ഇൻഫ്ലേഷൻ കൂടും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? വെയിറ്റ് കൂടുതലാണെങ്കിൽ ഇൻഫ്ലേഷൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഇപ്രാവശ്യം ഫുഡ് ആൻഡ് ബിവറേജസിൻ്റെ വെയിറ്റ് കുറച്ചു. എന്നിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ ഇനി അങ്ങോട്ട് CPI കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ബേസ് ഇയർ 2024 വരുമ്പോൾ ഫുഡ് ആൻഡ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്ന ഫുഡ് ആൻഡ് ബിവറേജസിൻ്റെ ഇത് കുറച്ചു. അപ്പോൾ ബേസ് എഫക്റ്റ് എന്തായിരിക്കും? ബേസ് എഫക്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം എന്താ, ഫുഡ് ആൻഡ് ബിവറേജിൻ്റെ വെയിറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് വരുന്ന ചെറിയ മാറ്റം ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ റിഫ്ലക്റ്റ് ചെയ്യുമായിരുന്നു അല്ലേ? കൂടുതലാണ് ആ വർഷം. പക്ഷേ ഈ വർഷം വെയിറ്റ് കുറച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വെയിറ്റ് കുറഞ്ഞാൽ ഇൻഫ്ലേഷൻ ചെറിയ മാറ്റങ്ങൾ വന്നാലും അത്രയും എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം എഫക്റ്റ് കൂടുതലും ഇപ്രാവശ്യം എഫക്റ്റ് കുറവുമാണ്. അപ്പോൾ നമ്മൾ ഈ 2 ഇയറിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്രാവശ്യം ഇൻഫ്ലേഷൻ കുറവായിട്ട് തോന്നും. റിയാലിറ്റി അതായിരിക്കില്ല, കുറവായിട്ട് തോന്നും. ദാറ്റ് ഇസ് ബേസ് എഫക്റ്റ് കേട്ടോ. അതിനെയൊക്കെ ലിങ്ക് ചെയ്ത് ചോദ്യങ്ങൾ വരാം. ഓക്കെ, സോ 2023 പിന്നെ എന്തിനാണ് നമ്മൾ 2022-23 ചൂസ് ചെയ്തത്? ബിക്കോസ് വേറെ വലിയ മാനദണ്ഡമൊന്നുമില്ല. ഇറ്റ് വാസ് എ നോർമൽ ഇയർ ആഫ്റ്റർ ദ ഡിസപ്ഷൻസ് ഓഫ് കോവിഡ്. ചിലപ്പോൾ ചോദിക്കാം വൈ ഡിഡ് വി ചൂസ് 2020? വേറെ എത്ര വർഷങ്ങളുണ്ടായിരുന്നു? 23, 22, 21 എന്തുകൊണ്ടാവും ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇറ്റ് ഇസ് എ നോർമൽ ഇയർ, അത്ര അതിനകത്ത് പറയാനുള്ളൂ. കമ്പാരിറ്റീവ്ലി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, കോവിഡോ പ്രളയമോ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഇയർ ആയിരുന്നു 22-23. Year of 2021 were significantly affected by pandemic. പിന്നെ നമുക്കിനി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റ്സ് നോക്കണം. GDP അറിയാമല്ലോ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറിയാം. GDP എസ്റ്റിമേഷൻ ഫോർമുല ഫ്രം എവിടുന്നാ? GDP എവിടുന്ന എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ഫ്രം GVA. ആദ്യം എസ്റ്റിമേറ്റ് ചെയ്യുന്നത് GVA ആണ്. ഓക്കെ, GVA-യിൽ എന്തൊക്കെയുണ്ട്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോമ്പൻസേഷൻ ടു എംപ്ലോയീസ്, ഓപ്പറേറ്റിംഗ് സർപ്ലസ്, മിക്സഡ് ഇൻകം, പ്രോഫിറ്റ്, അതെല്ലാം കൂടെ ചേർത്തിട്ട് വരും. പിന്നെ എന്തുണ്ട് GVA-യിൽ? ടാക്സ്. എന്ത് ടാക്സാണ് ഉള്ളത്? പ്രൊഡക്ഷൻ ടാക്സ്. മറന്നു പോകരുത്, ചോദ്യം വരും. ബേസ് ഇയർ മാറ്റിയോണ്ട് ഉറപ്പായിട്ടും ചോദ്യം വരും. പ്രിലിംസിനോ മെയിൻസിനോ ചോദിക്കും. പ്രൊഡക്ഷൻ ടാക്സ് ആണ് അവിടെ വരുന്നത്. GDP-യിലോട്ട് വരുമ്പോഴോ പ്രൊഡക്റ്റ് ടാക്സ് ആഡ് ചെയ്യും. പ്രൊഡക്റ്റ് ടാക്സ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. GVA കാൽക്കുലേഷനകത്ത് ഡൗട്ടൊന്നും ഇല്ലല്ലോ. GVA-യിൽ നിന്ന് GDP എസ്റ്റിമേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. ഓക്കെ, GDP-യുടെ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. GVA at ബേസിക് പ്രൈസസ് ഏതാ? GVA-യിൽ നിന്നും GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതോ? ഓക്കെ, നമുക്കറിയാം GVA കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രണർഷിപ്പ്, ഇവർക്കെല്ലാം കൊടുക്കുന്ന കോമ്പൻസേഷൻ, അതിനൊരു പർട്ടിക്കുലർ ഫോർമുല ഉണ്ട്. ഞാനിവിടെ കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ പ്രൊഡക്ഷൻ ടാക്സസ്, പ്രൊഡക്ഷൻ്റെ ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഒരു ഫാക്ടറി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഫാക്ടറി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം നമ്മൾ ലാൻഡ് ടാക്സ്, നമ്മൾ മുനിസിപ്പാലിറ്റിക്കോ പഞ്ചായത്തിനോ ഗവൺമെൻറ്റിനോ ആർക്കെങ്കിലും ഒക്കെ ലാൻഡ് ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ ടാക്സ്. ഓക്കെ, പ്രൊഡക്ഷൻ ടാക്സ് മാറിപ്പോയത്. പ്രൊഡക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടായി കിട്ടിയ സാധനം. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ഫാക്ടറി ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് കേക്ക് ആയിരിക്കും. അപ്പോൾ ആ കേക്ക് ഞാൻ മേടിക്കും, മാർക്കറ്റിൽ പോയി ഞാൻ മേടിക്കണമെങ്കിൽ ഞാനൊരു ടാക്സ് കൊടുക്കും, GST എന്താ? പ്രൊഡക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ GVA ഗ്രോസ് വാല്യൂ ആഡഡ്, ആ കൺസെപ്റ്റ് അതിനകത്ത് തന്നെയുണ്ട്. നമ്മൾ ഒരു സാധനത്തിന് വാല്യൂ ആഡ് ചെയ്ത് വിൽക്കുന്നു. ഇപ്പോൾ കേക്ക് ആണെങ്കിൽ
പറഞ്ഞു പോകാനാണെങ്കിൽ ഒരുപാട് പോകും, അത്രയും ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളൊരു ഇപ്പോൾ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വീറ്റ്, ഷുഗർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കി വിൽക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ടാക്സുകൾ, അതാണ് പ്രൊഡക്ഷൻ ടാക്സ്. ഓക്കെ, അത് GVA ആഡ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഗവൺമെൻറ് സബ്സിഡി തരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ചിലപ്പം കേക്ക് അല്ലെങ്കിൽ വേറെ സബ്സിഡി കിട്ടുന്ന എന്തുകൊണ്ട്, ഇപ്പം എന്തെങ്കിലും ഒരു എന്റർപ്രണർഷിപ്പ്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും സബ്സിഡി നമുക്ക് തരുവാണെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം GVAയുടെ ഫോർമുല എടുക്കുക, അതിനകത്ത് പ്രൊഡക്ഷൻ ടാക്സസ് കാണും. അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് ടാക്സസ്, അതായത് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വന്നു പിന്നെ വരുന്ന എക്സ്പെൻസ് എന്താ, പ്രൊഡക്റ്റ് ടാക്സ്, അതും കൂടെ അതിനകത്തേക്ക് അടിക്കണം. GVAയുടെ കൂടെ പ്രൊഡക്റ്റ് ടാക്സും കൂടെ അടിയുമ്പോൾ നിങ്ങൾക്ക് GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് കിട്ടും. ഓക്കെ, പിന്നെ സബ്സിഡീസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, പിന്നെ ഈ ടോപ്പിക്സിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് ക്ലാസ്സിൽ എടുത്തു തരാം. ഓക്കെ, കാരണം ഇതിനകത്ത് ഡൗട്ട് ക്ലിയർ ആണ്. നമ്മൾ ആദ്യം തൊട്ട് പഴയ കാലം തൊട്ട് പോകേണ്ടി വരും. എങ്ങനെയാണ് GVA എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഔട്ട് ഓഫ് അവർ സ്കോപ്പ് നൗ. വേറെ വേണമെങ്കിൽ ഞാൻ പിന്നെ സെപ്പറേറ്റ് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് റിയൽ വേഴ്സസ് നോമിനൽ GDP പറ്റിയാണ്. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. എന്താണ് റിയൽ GDP? ഇറ്റ് ഈസ് അക്കൗണ്ടഡ് ഫോർ, അതായത് നമ്മുടെ ബേസ് ഇയറിൽ ഉണ്ടായിരുന്ന പ്രൈസസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത GDP. അതിന്റെ സിഗ്നിഫിക്കൻസ് അത് വാട്ട് ഡിസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? റിയൽ GDP കൂടി എന്ന് പറഞ്ഞാൽ വാട്ട് ഡിസ് ദാറ്റ് ഇൻഡിക്കേറ്റ്? ഇതൊന്നും ചുമ്മാ ടേംസ് അല്ല, അതിനകത്തൊക്കെ കറക്റ്റ് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. പറ. ദാറ്റ്സ് റൈറ്റ്. അതായത് ഇപ്പം 2012 ഇട്ടേക്കുക, 2023, 22-23 അല്ലേ? ഓക്കെ, ആ സമയത്തെ പ്രൈസസ് ആയിരിക്കും ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ സമയം വെച്ച് ഒരു ഫ്യൂ ഇയേഴ്സ് ലേറ്റർ നമ്മൾ ഈ ബേസ് ഇയർ വെച്ചിട്ടുള്ള നമ്മുടെ GDP എസ്റ്റിമേറ്റ് ചെയ്യാൻ വാട്ട് ഡസ് ദാറ്റ് ഇൻഡിക്കേറ്റ്? റിയൽ GDP. പ്രൊഡക്ഷൻ കൂടി, ഇറ്റ് ഈസ് അക്കൗണ്ടഡ്. ഇൻഫ്ലേഷൻ അവിടെ നമ്മൾ കട്ട് ചെയ്തു. നോമിനൽ GDP ആണെങ്കിലോ ഇന്നത്തെ വില, ഒരു ഇപ്പോൾ പേനയാണെങ്കിൽ പേന ഫോർ വാട്ട് പ്രൈസസ് ദ പെൻ ബീങ് സോൾഡ് ടുഡേ, അതാണ് GDP അറ്റ് നോമിനൽ പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ആ കൺസെപ്റ്റ് മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, പിന്നെ വരുന്നത് GDP ഡിഫ്ലേറ്റർ. ദാറ്റ് ഈസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. എന്തുവാ GDP ഡിഫ്ലേറ്ററിന്റെ ആവശ്യം? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഇൻഫ്ലേഷൻ. സോ വൈ ഈസ് GDP ആസ് എ മെഷർ ഓഫ് ഇൻഫ്ലേഷൻ ഇമ്പോർട്ടൻറ്റ്? നമുക്ക് മെഷർ ഓഫ് ഇൻഫ്ലേഷൻസ് വേറെ എന്തൊക്കെയുണ്ട്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്, വേറെന്തുണ്ട്? പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ലീവ് ഇറ്റ്. എന്തായാലും CPI, WPI ഒക്കെ ഉണ്ട്. സ്റ്റിൽ വൈ ആർ വി കൺസിഡറിങ് GDP ഡിഫ്ലേറ്റർ? ദാറ്റ്സ് റൈറ്റ്. ബട്ട് വൈ? അതായത് CPIയിലും ഹോൾസെയിൽ പ്രൈസ് ഉണ്ട്, WPIയിലും ഒക്കെ നമ്മൾ എക്സ്ക്ലൂഷൻസ് ഉണ്ട്. CPIയിലാണെങ്കിൽ ഇറ്റ് ഇസ് എ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് അപ്രോച്ച്. ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് എടുത്ത് വെച്ചിട്ട് ഫുഡ്, ബിവറേജസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഫുഡ് ആൻഡ് അപ്പാരൽ, നമ്മുടെ ലൈഫ്, അങ്ങനെ കുറേ ബാസ്ക്കറ്റ്സ് ഉണ്ട്, അതിന് വെയിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സാധാരണ ഒരു കൺസ്യൂമർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ അതിനകത്ത് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഈവൻ ഇമ്പോർട്ടൻറ്റ് ഗുഡ്സ് പോലും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സാധാരണ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്. മാത്രമല്ല ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ദാറ്റ് എക്സ്ക്ലൂഡ് സർവീസസ്. സർവീസും സാധനം അതിനകത്തില്ല. സർവീസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം GDPയിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടറാണ് സർവീസസ്. അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഇൻഫ്ലേഷനിലേക്ക് പോകും? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പം GDP ഡിഫ്ലേറ്റർ എടുക്കുവാണെങ്കിലോ ഇറ്റ് വിൽ ഗിവ് എ ഹോൾ ഐഡിയ. എല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് അപ്രോച്ച് അല്ല. വാട്ട് എവർ ഇസ് ബീങ് സോൾഡ്, GDP എടുക്കും. വാട്ട് എവർ ഇസ് ബീങ് സോൾഡ് ഇൻ ദ കൺട്രി ഇസ് ബീങ് ടേക്കൺ. ഓക്കെ, സോ GDP ഡിഫ്ലേറ്ററിന്റെ ഫോർമുല എന്താ? നോമിനൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100. അപ്പം ഞാൻ ചോദിക്കട്ടെ, GDP ഡിഫ്ലേറ്റർ മെഷേഴ്സ് ഇൻഫ്ലേഷൻ എന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെ മനസ്സിലാവും ഇതിനകത്തുനിന്ന്? നോമിനൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100 ചെയ്താൽ എങ്ങനെ ഇൻഫ്ലേഷൻ കിട്ടും? സിമ്പിളാ. അതിന്റെ ബേസിക് മാത്സ് ഓർത്താൽ മതി. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് പ്രൈസസ് ഓഫ് ഗുഡ്സ് പ്ലസ് ഇൻഫ്ലേഷൻ. അപ്പോൾ നമുക്കതിനെ വേണമെങ്കിൽ
വേണ്ട, അതിൻ്റെ ഫോമുല ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. അതായത് സിമ്പിളാണ്, നോർമൽ ജി ഡി പി ബൈ റിയൽ ജി ഡി പി എടുക്കുക. ഇപ്പം നോർമൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് പ്രൈസ് ഗുഡ്സ് ഇൻറ്റു നമ്പർ ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് അക്കൗണ്ടഡ് ഫോർ ഇൻഫ്ലേഷൻ. റിയൽ ജി ഡി പി നോട്ട് അക്കൗണ്ടഡ് ഫോർ ഇൻഫ്ലേഷൻ. സോറി തിരിഞ്ഞു പോയി. നോമിനൽ ജി ഡി പി ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100. അപ്പം നോമിനൽ ബൈ റിയൽ ഇൻറ്റു 100. സോ ദാറ്റ് ഇസ് ജി ഡി പി ഡിഫ്ലേഷൻ. അപ്പം നോമിനൽ ജി ഡി പിയിൽ നമ്മൾ എന്തൊക്കെയുണ്ട്? No, that will complicate things. അതിലോട്ട് പോകണ്ട. ചുമ്മാ കോംപ്ലിക്കേറ്റ് ടൈം പോകത്തേ ഉള്ളൂ. യു ജസ്റ്റ് റിമെമ്പർ ദിസ് ജി ഡി പി ഡിഫ്ലേറ്റർ ആൻഡ് വാട്ട് ഇസ് എ സിഗ്നിഫിക്കൻസ്. അതിൻ്റെ ഫോമുലയിൽ അതിനെപ്പറ്റി ചോദ്യങ്ങൾ വരത്തില്ല. ഓക്കെ, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. നോമിനൽ ബൈ റിയൽ ഇൻറ്റു 100. ഉറപ്പായിട്ടും ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ജി ഡി പി ഡിഫ്ലേറ്റർ. പ്രത്യേകിച്ചും നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന് മാറ്റം വന്നിട്ടുണ്ട് ബേസ് ഇയറിൽ. സോ why are we using CPI and why are we using GDP deflator? രണ്ട് സെപ്പറേറ്റ് മെട്രിക്സ് ആണ് ക്വസ്റ്റ്യൻ മേക്കപ്പ്. It is seen as a more comprehensive measure of inflation. Imported goods or GDP goods produced in that. No, it's not about. I think CPI ഞാൻ പറഞ്ഞു തിരിഞ്ഞു പോയി. ഞാൻ CPI ഇമ്പോർട്ടൻ്റ് ഇല്ലെന്ന് പറഞ്ഞു. നോ GDP അല്ലേ, ഗ്രോസ് ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് മാത്രമേ വരത്തുള്ളൂ. ലോജിക്കൽ, ഗുഡ് ഒബ്സർവേഷൻ. ഇമ്പോർട്ടഡ് ഗുഡ്സ് മറ്റിടത്തുണ്ട്. എവിടെയാ? CPI-യിലുണ്ട്. ശരിയാ, CPI-യിൽ നമ്മുടെ കൺസ്യൂമർ ബാസ്ക്കറ്റിൽ ഇമ്പോർട്ടഡ് സാധനങ്ങൾക്ക് ഉണ്ടല്ലോ. വെരി ബിഗ് സിഗ്നിഫിക്കൻസ്. പിന്നെ ജി ഡി പി ഡിഫ്ലേറ്റർ ഇസ് അവൈലബിൾ ഓൺലി ഓൺ എ ക്വാർട്ടർലി ബേസിസ് വിത്ത് ജി ഡി പി എസ്റ്റിമേറ്റ്സ്, വേറാസ് CPI and wholesale data are released every month. പിന്നെ അടുത്ത ഒരു സാധനത്തിൻ്റെയും കൂടെ ഇത് മാറിയിട്ടുണ്ട്, ബേസ് ഇയർ മാറിയിട്ടുണ്ട്. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, IIP. IIP is a key indicator that shows a measure of industrial production and is changing over time. We know what it is. It is a monthly indicator. IIP നമുക്ക് മന്ത്ലി കിട്ടും. So the government is currently in the process of revising the IIP base year, and it is scheduled for release in 28th May 2026. അതായത് നിങ്ങളുടെ പ്രിലിംസ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. പ്രിലിംസ് എന്നാ? എനിവേ സ്റ്റിൽ ചോദിക്കുക, മെയിൻസിനൊക്കെ ചിലപ്പോൾ വരും ഇതിൻ്റെയൊക്കെ ബേസ് ഇയർ റിവിഷനെ പറ്റി. കാരണം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, 2015 ട്രാൻസാക്ഷൻ വന്നപ്പോൾ there was a question. അതുപോലെ ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ്, അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് വെച്ചോളാം. സോ ദാറ്റ്സ് ഇറ്റ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് എടുത്തു. വി ഹവ് ഡിസ്കസ്ഡ് ഇറ്റ്. ഓക്കെ, പിന്നെ അതിനകത്തുനിന്ന് ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ടോപ്പിക്കിന് നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് വേണമെങ്കിൽ ടെൽ മീ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ അല്ല? അവർ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇസ് ഇൻഫ്ലേഷൻ മെഷർമെൻറ്റ് and management. Now this topic is also of very significance. കാരണം എന്താ? കാരണം നമ്മുടെ ഇൻഫ്ലേഷൻ വളരെ ലോ ആയിരുന്നു ജനുവരി വരെ. ഓക്കെ, ബിഫോർ ദ വാർ ഇൻ ദ മിഡിൽ ഈസ്റ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇൻഫ്ലേഷൻ നമ്മൾ എക്കണോമിക് സർവേയിൽ കണ്ടതാണ്. വൈ ഡിഡ് ദ എക്കണോമിക് സർവേ വൈ ഡിഡ് ദ ഇൻഫ്ലേഷൻ ഗോ ബിലോ സച്ച് ആൻഡ് സച്ച് ലെവൽസ് ഒക്കെ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക്കിന് ആ സിഗ്നിഫിക്കൻസ് വെച്ച് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എന്താണ് ഇൻഫ്ലേഷൻ, എന്താണ് ഡിമാൻഡ് സപ്ലൈ ഡൈനാമിക്സ് എന്നൊക്കെ അറിയാമല്ലോ. ഡിമാൻഡ് കൂടിയ ഇൻഫ്ലേഷൻ കൂടും, സപ്ലൈ കുറഞ്ഞ ഇൻഫ്ലേഷൻ കൂടും. യു നോ ഓൾ ദാറ്റ്. പിന്നെ കോസ്റ്റസ് ഓഫ് ഇൻഫ്ലേഷൻ നമുക്കറിയാം. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ, ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ, ഇതെല്ലാം ക്ലിയർ ടോപ്പിക്സ് അല്ലേ? ആർക്കെങ്കിലും എടുക്കേണ്ടതായിട്ടുണ്ടോ? ഡിമാൻഡ് പുഷ്, പുള്ള്, കോസ്റ്റ് പുഷ് എല്ലാം ക്ലിയർ അല്ലേ? പിന്നെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ, കോർ ഇൻഫ്ലേഷൻ, again a very significant topic. പ്രത്യേകിച്ച് കോർ ഇൻഫ്ലേഷൻ. വൈ? we saw an anomalous case in the economic survey. അതായത് ഈവൻ ഹെഡ്ലൈൻ നമ്മുടെ ഫുഡ് ഇൻഫ്ലേഷനും ഒക്കെ താഴെ നിന്നപ്പോഴും കോർ ഇൻഫ്ലേഷൻ വാസ് ഗോയിങ് ഹൈ. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ താഴെ നിൽക്കുമ്പോഴും കോർ ഇൻഫ്ലേഷൻ സ്റ്റാർട്ടഡ് ക്ലൈംബിങ്. that doesn't happen often. Why did that happen? എക്കണോമിക് സർവേ ക്ലാസ്സിൽ ഇല്ലാത്തവർ പറ,
എന്തുകൊണ്ടായിരിക്കും കോർ ഇൻഫ്ലേഷൻ കൂടുന്നത്? പറ. എക്കണോമിക്സ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? കോർ ഇൻഫ്ലേഷൻ കൂടാൻ കാര്യം എന്താണ്? തിങ്ക്. കോർ ഇൻഫ്ലേഷന്റെ കമ്പോണന്റ് ആണ് ഗോൾഡ്. ഓക്കെ, ഗോൾഡിന്റെ വില ഇപ്പൊ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാമല്ലോ. പ്രഷ്യസ് മെറ്റൽസ്, ഗോൾഡ്, സിൽവർ ഉൾപ്പെടെയുള്ള പ്രഷ്യസ് മെറ്റൽസിന്റെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പം. സോ പക്ഷെ നേരെ തിരിച്ച് ഫുഡ് ഇൻഫ്ലേഷൻ നെഗറ്റീവിലേക്ക് പോയി, ഒരു ഡിഫ്ലേഷണറി ഫേസിലേക്ക് പോകുന്നതാണ് നമ്മൾ എക്കണോമിക് സർവേയിൽ കണ്ടത്. സോ ദാറ്റ്സ് വൈ വി സോ ദ അനോമലസ് കേസ്. നമ്മളിവിടെ സീ ദിസ് ഫുഡ് ഇൻഫ്ലേഷൻ നെഗറ്റീവിലേക്ക് പോയി, ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ താഴെയാണ്. ഈ രണ്ടെണ്ണത്തിന് മുകളിലാണ് കോർ ഇൻഫ്ലേഷൻ നിൽക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും പഠിക്കുന്നത് എന്താ, സർവേയിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാവട്ടെ പറയുന്നത്, നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ളത് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ആണ് ഏറ്റവും വോളറ്റൈൽ, അതാണ് എപ്പോഴും മാറുന്നത്. കോർ ഇൻഫ്ലേഷൻ കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ ആണ്. ബട്ട് ഹിയർ വി ആർ സീയിങ് എ വെരി അനോമലസ് കണ്ടീഷൻ. ഇവിടെ ശ്രദ്ധിക്കും. ഫുഡ് ഇൻഫ്ലേഷൻ, ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ, കോർ ഇൻഫ്ലേഷൻ. Coal inflation is very high because the prices of precious metals are going very high. എന്താ കൺഫ്യൂഷൻ അവിടെ? All good. Next topic is inflationary gap. കേട്ടിട്ടുണ്ടോ ഇൻഫ്ലേഷണറി ഗ്യാപ്പ്? എന്താണ് ഇൻഫ്ലേഷണറി ഗ്യാപ്പ്? ഇൻഫ്ലേഷൻ ഗ്യാപ്പ് നിങ്ങൾ വേറെ ഒരു സ്ഥലത്ത് കേട്ടിട്ടുണ്ടാവും. അതായത് ഗവൺമെന്റ് ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യും. സപ്പോസ് വി ഡോണ്ട് മീറ്റ് ദാറ്റ്, we can call that an inflation gap. But in reality, inflationary gap എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ imagine an ideal case in the economy. Like economy is working at full potential. Okay, full potential economy വർക്ക് ചെയ്യാണ്. ഫുൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന അത്രയും എംപ്ലോയ്മെന്റ് നമ്മൾ കൊടുത്തു, മാക്സിമം ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഐഡിയൽ കേസ്. അൺഎംപ്ലോയ്മെന്റ് ഇല്ലെന്നല്ല, എക്കണോമി ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും എംപ്ലോയ്മെന്റ് നമ്മൾ കൊടുത്തു. എന്നാൽ അൺഎംപ്ലോയ്മെന്റ് കാണും. ഫോർ എക്സാമ്പിൾ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് കാണും. എനിക്ക് ജോലി വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നവനുണ്ട്. അല്ലെങ്കിൽ ഞാൻ വേറെ ജോലിയോട് ട്രാൻസിഷൻ ചെയ്യുക, അപ്പോൾ അവിടെയും ഒരു അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. അതൊക്കെ മാറ്റി നിർത്തിക്കോളും. ബാക്കി എല്ലാവർക്കും വർക്കുണ്ട്. എക്കണോമി ഈസ് വർക്കിംഗ് വെരി വെൽ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ആസ് മച്ച് ആസ് ഗുഡ്സ് ഇറ്റ്സ് പോസിബിൾ. അതിന്റെ പൊട്ടൻഷ്യലിലുള്ള ഒരു എക്കണോമിക്ക് നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, എത്ര ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കാൻ. ആ പൊട്ടൻഷ്യൽ ആ എക്കണോമി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശബ്ദം ഭയങ്കര കൂടുതലാണോ? ഇല്ലല്ലോ. ആ പൊട്ടൻഷ്യലിൽ നിന്ന് നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഓൾ ഓഫ് എ സഡൻ വാട്ട് ഹാപ്പൻസ് ഇസ് ഡിമാൻഡ് സ്റ്റാർട്ടഡ് റൈസിങ്. ഓൾറെഡി ഒരു ഡിമാൻഡ് ഉണ്ട്, ഒരു സപ്ലൈ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എക്കണോമി ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് ഫുൾ പൊട്ടൻഷ്യൽ. ഇനി അതിന് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. എംപ്ലോയ്മെന്റ് ഫുള്ളായി, റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു, മാക്സിമം എബിലിറ്റിയിലെത്തി. അഗെയിൻ ഡിമാൻഡ് സ്റ്റാർട്ടഡ് ടു റൈസ് ഫോർ എ പർട്ടിക്കുലർ റീസൺ. ചിലപ്പോൾ RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു എക്സ്പാൻഷണറി പോളിസി നടപ്പാക്കിയിട്ടുണ്ടാവാം. ആൾക്കാരുടെ കയ്യിൽ ഇഷ്ടം പോലെ സർപ്ലസ് എമൗണ്ട് ഓഫ് മണി സ്റ്റാർട്ടഡ് കമ്മിങ്, അല്ലെ എക്സ്പോർട്സ് ഗണ്യമായി കൂടിയിട്ടുണ്ടാവാം. ഫോർ സം റീസൺ, ഐഡിയൽ കേസാണ് ഞാൻ പറയുന്നത്. ഫോർ സം റീസൺ അന്നേരം എന്ത് പറ്റും? ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ പൈസ വരാൻ തുടങ്ങി. വീണ്ടും ഡിമാൻഡ് ഇസ് സ്റ്റാർട്ടഡ് ടു റൈസ്. അപ്പോൾ നമ്മുടെ എക്കണോമി ഒരു പീക്ക് ലെവലിലെത്തി, വീണ്ടും ഡിമാൻഡ് കൂടുന്നു. ഡിമാൻഡ് കൂടി പോകുന്നു. എക്കണോമിക്ക് ഇത്രേ വളരാൻ പറ്റുള്ളൂ, ഇതിനപ്പുറം അതിന് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ഇൻഫ്ലേഷൻ ഉണ്ടായില്ലേ? ദാറ്റ് ഡിഫറൻസ് ഇസ് നോൺ ആസ് ഇൻഫ്ലേഷണറി ഗ്യാപ്പ്. ഓക്കെ, so when the aggregate demand exceeds aggregate supply at full employment level. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം പൊട്ടൻഷ്യൽ കേട്ടോ. അൺഎംപ്ലോയ്മെന്റ് ഇല്ല എന്ന് പറയരുത്. കാരണം നിങ്ങൾ ഈ ടോപ്പിക് എവിടെ വായിച്ചാലും നിങ്ങൾ കാണാൻ പോകുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് എന്നായിരിക്കും. ഓക്കെ, ദാറ്റ് ഡസ് നോട്ട് മീൻ അൺഎംപ്ലോയ്മെന്റ് ഇല്ലെന്നല്ല. സോ ദാറ്റ് ഇസ് എ കണ്ടീഷൻ ഓഫ് ഇൻഫ്ലേഷണറി ഗ്യാപ്പ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. പ്ലീസ് നോട്ട് ഇറ്റ്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടി, എക്സസീവ് മണി സപ്ലൈ മാർക്കറ്റിലേക്ക് വന്നു ഫോർ സം റീസൺ, റൈസ് ഇൻ കൺസ്യൂമർ ഡിമാൻഡ്, ഹൈ ഇൻകം, ക്രെഡിറ്റ് എക്സ്പാൻഷൻ. നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി, നമ്മുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടി. ഓക്കെ, പിന്നെ ഇൻഫ്ലേഷണറി ട്രെൻഡ്സ് നമുക്ക് നോക്കാം. ഗ്ലോബലി ആസ് ഇറ്റ് ഇസ് വി ക്യാൻ സി എല്ലായിടത്തും ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നൊരു
സാഹചര്യമാണ് ജനുവരി വരെ കണ്ടത് കേട്ടോ. ഫെബ്രുവരിയിലെ ഡേറ്റ വന്നിട്ടില്ല, ഇറ്റ്സ് ഓൺലി അബൌട്ട് ടു കം. ഓക്കെ, ജനുവരി വരെ കണ്ടു. വി ഡോണ്ട് നോ വാട്ട് ആർ ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ വാർ. സോ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യുക, എന്നിട്ട് എക്സാമിന് പോവുക. ലാസ്റ്റ് മിനിറ്റ് കണ്ടീഷൻസ് എന്താണെന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവുക. മര്യാദക്കെല്ലാം പോയിക്കൊണ്ടിരുന്നതാണ്, എന്നാ പറയാനാണ്. സോ എമർജിങ് ആൻഡ് ഡെവലപ്മെന്റ് എക്കണോമിക്സ്, ഇന്ത്യയിൽ വേൾഡ് ആവറേജിനെക്കാളും ഇൻഫ്ലേഷൻ കുറവ്. ഇതൊക്കെ നമ്മൾ സർവേയിൽ കണ്ടതാണ് കേട്ടോ. എക്കണോമിക്സ് സർവേയിൽ നോട്ട് വായിക്കുക. ക്ലാസ് എക്കണോമിക്സ് സർവേ വരാത്തവർ മസ്റ്റായിട്ട് നോട്ട് വായിക്കുക. ഇല്ലായിരുന്നല്ലോ? അപ്പോൾ നോട്ട് വായിക്കുക കേട്ടോ. സോ ഇൻഫ്ലേഷൻ ട്രെൻഡ്സ് ഇൻ ഇന്ത്യ, കോർ ഇൻഫ്ലേഷൻ, ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ നമ്മൾ കണ്ടതാണ്. സോ ബാക്ക് ടു ഇൻഫ്ലേഷൻ മെഷർമെന്റ്. So as we all know, consumer price index ആണ് one of the primary measures of inflation. It measures retail inflation. നമ്മുടെ retail goods ആണ്. And it is released by the NSO, Ministry of Statistics. It is a monthly product. National Statistics Office. Then base year, വീണ്ടും 2024, very important. Okay. From 2012. And it is used by the Reserve Bank of India for monetary policy, inflation targeting. നേരത്തെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് RBI യൂസ് ചെയ്തിരുന്നു, അത് മാറ്റി നമ്മൾ എന്തുകൊണ്ടുവന്നു? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കൊണ്ടുവന്നു. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സെപ്പറേറ്റ് ഫിനോമിനോൺ കേട്ടോ, സെപ്പറേറ്റ് പ്രോഗ്രാമാണ്. നമ്മുടെ മോണിറ്ററി പോളിസി അല്ല ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്. ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോണിറ്ററി പോളിസി കൊണ്ടുവന്നത്. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും RBI കൂടെ ചേർന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്. സോ എന്താണ് ഡേറ്റ ഉപയോഗിക്കാൻ പോകുന്നത്? ദിസ് വിൽ യൂസ് ദി ഡേറ്റ ഫ്രം ഹൗസ് ഹോൾഡ് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേ 2023-24. ഈ ഹൗസ് ഹോൾഡ് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേ 23-24 വെച്ചിട്ടാണ് നമ്മൾ പുതിയ ബേസ് ഇയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ പുതിയ ബേസ് ഇയർ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഹൗസ് ഹോൾഡ് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേയുടെ ബേസിസിലാണ്. ടു റിവൈസ് ദ ബാസ്ക്കറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ വെയ്റ്റ്സ്. അതായത് നമ്മൾ 2012 ശേഷം ബേസ് ഇയർ മാത്രമല്ല മാറ്റിയിരിക്കുന്നത്, വി ഓവർഹോൾ ദ ഹോൾ ബാസ്ക്കറ്റ്. ഓക്കെ, CPI ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, അതിന് കുറേ വെയ്റ്റ്സ് അസൈൻ ചെയ്തിട്ടുണ്ട്. എവറിത്തിങ് വി ചേഞ്ച്ഡ്. ആൻഡ് ഹൗ ഡിഡ് വി ചേഞ്ച്? ബേസ്ഡ് ഓൺ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേ. ആൻഡ് വൈ ഡിഡ് വി ചേഞ്ച്? കാരണം 2012 കഴിഞ്ഞ് എന്തൊക്കെയാണ് പ്രധാന മാറ്റങ്ങൾ വന്നിട്ടുള്ളത്? ഗസ് ചെയ്യാൻ പറ്റുമോ? അതായത് ചിലപ്പോൾ വരാം, പ്രിലിംസിനൊക്കെ ചോദിക്കാം എന്തൊക്കെ ഗുഡ്സ് ആണ്. കുറേ ഗുഡ്സ് പുറത്താക്കി, നമ്മുടെ ബാസ്ക്കറ്റിൽ നിന്ന് കുറേ പുറത്താക്കി, കുറേ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്യാൻ സാധ്യതയുള്ളത് എന്തായിരിക്കും? 2012 ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച് വരുന്നത് എന്തൊക്കെയായിരിക്കും? എന്തോ ഇന്റർനെറ്റ് മീഡിയ. ദാറ്റ്സ് റൈറ്റ്, വെരി ഗുഡ്. അതായത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അത് സെപ്പറേറ്റ് ഹെഡായിട്ട് തന്നെ വന്നു. നമ്മൾ OTT പ്ലാറ്റ്ഫോംസ് അതിനൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നേരത്തെയൊക്കെ ടെലിഫോണിനായിരുന്നു, ടെലിഫോൺ ബില്ലായിരുന്നു. ഇപ്പം അങ്ങനെയാണോ? ഇപ്പം ഡേറ്റ പാക്കറ്റ്സ് ആയി, നമ്മൾ റീചാർജ് ചെയ്യുന്നത്. ഹൗസ് ഹോൾഡ് അങ്ങനെ ഫുള്ള് മാറി. പിന്നെ നേരത്തെ ഉണ്ടായിരുന്നത് നമ്മളിപ്പം എൻ്റർടൈൻമെൻറ്റിനാണെങ്കിൽ CD, DVD അതൊക്കെയായിരുന്നു. ഇപ്പം അതൊക്കെ ഉണ്ടോ? ഇല്ല, ദാറ്റ്സ് ഓൾ ഔട്ട്ഡേറ്റഡ്. അതൊക്കെ മാറി. ആ സ്ഥാനത്ത് SSD, പെൻഡ്രൈവ് അതെല്ലാം വന്നു, സാധാരണ കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്. കുറേ സാധനം ആഡ് ചെയ്തിട്ടുണ്ട്, കുറേ സാധനം പുറത്താക്കിയിട്ടുമുണ്ട്. ലേൺ ദാറ്റ്. ഓക്കെ, ഏതാ? ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ സർവേക്ക് അങ്ങനെ ഒരു കറക്റ്റ് ഒരു ഡിമാർക്കേഷൻ ഇല്ല. ചിലപ്പോൾ 5 ഇയർ ഇടയിൽ നടന്നിട്ടുണ്ട്, ചിലപ്പോൾ 6 years ഗ്യാപ്പിൽ നടന്നിട്ടുണ്ട്, ചിലപ്പോൾ 3 years ഗ്യാപ്പിൽ നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് സർവേ ഈസ് കമ്മിങ് അപ്പ് 26-27 ആണെന്ന് തോന്നുന്നു. കാരണം കോവിഡ് കാരണം ഒരെണ്ണം ഡിലേ ആയിപ്പോയി. നെക്സ്റ്റ് ഓൺതറാണ് ഇതിൻ്റെ റിപ്പോർട്ട്. ഇതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ദാറ്റ്സ് വൈ അതിൻ്റെ ഒരു കറക്റ്റ് ഡിമാർക്കേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. സെൻസസ് 10 years ആയിരുന്നു, ഇപ്പം അതും മാറി. കോവിഡ് വന്നോളം അതും പോയി. അങ്ങനെ ഒരു കറക്റ്റ് 5 year ഗ്യാപ്പിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. ലേറ്റസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്ന ഇതാണ്. നെക്സ്റ്റ് സ്റ്റഡി വന്നിട്ടുണ്ട്, റിപ്പോർട്ട് വന്നിട്ടില്ല. ദാറ്റ് വിൽ ബി ഡിലേഡ്. എനിക്കൊന്ന് 5 year ഇടയ്ക്ക് നടത്തുന്ന ഒരു സർവേ ഉണ്ട്, ഇഫ് ഐ എം റൈറ്റ്, അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി സർവേ. അങ്ങനെ ഒരു സർവേ ഉണ്ട്. ദാറ്റ് ഹാപ്പൻസ് ഇൻ എ 5 year ഗ്യാപ്പ്. പിന്നെ അനദർ കീ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വൺ ഓഫ് ദ കീ ചേഞ്ചസ് ഇസ് ദ ഫുൾ അഡോപ്ഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിവിഷൻ. ഓക്കെ, അവർ കുറച്ച് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഈ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ GDP മെഷർമെൻറ്റ്, അതിനൊക്കെ വേണ്ടിയിട്ട് അവരൊരു സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് നോൺ ആസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ കൺസംഷൻ അക്കോർഡിംഗ് ടു പർപ്പസ്, COI COP. ഈ ഫ്രെയിം വർക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്തു. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം. ഇതിന് അധികം ഡീറ്റെയിൽസിലേക്കൊന്നും പോകണ്ട. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ COI COP എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ഓക്കെ, അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിവിഷൻ പറയുന്നത് നമ്മൾ ഓരോന്നിനും ഓരോ ഹെഡ് കൊടുക്കണം. ഓക്കെ, ഇപ്പം നമ്മുടെ ബാസ്ക്കറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓരോ സാധനം സെപ്പറേറ്റ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റേഷനറി ആൻഡ് ഗുഡ്സ്, ഇപ്പോൾ അഗ്രികൾച്ചർ, പൾസസ്, ഡയറി, അങ്ങനെ സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസിന് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വി ഷുഡ് ഗീവ് ഇറ്റ് ഇൻ എ ഹോമോജീനിയസ് വേ. ഇപ്പം അഗ്രികൾച്ചർ ആണെങ്കിൽ അതിനകത്ത് എല്ലാ അഗ്രികൾച്ചർ പ്രൊഡക്ട്സും ഉണ്ടാവണം. അതിനെ സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്ത് വെയിറ്റ് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. എഡ്യൂക്കേഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെ, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഹോമോജീനിയസ് ആയിരിക്കണം എല്ലാം. ഓക്കെ, അപ്പോൾ അതാണ് COI COP ഫ്രെയിം വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഫ്രെയിം വർക്ക് നമ്മൾ 2024 റിവിഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഫ്രെയിം വർക്ക് is for grouping household consumption expenditures on goods and services into a homogeneous category എന്ന് പറഞ്ഞാൽ homogeneous, heterogeneous, ഒരു യൂണിഫോം ആയിട്ട്. ഓക്കെ, ഫോർ ദ പർപ്പസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസിഡർഡ് ടു ഫുൾഫിൽ. അതായത് നമുക്ക് വേണ്ട സാധനങ്ങൾ, അതായത് CPI ബാസ്ക്കറ്റ് ഉള്ള സാധനങ്ങൾ, ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതിനൊക്കെ ഒറ്റ ഹെഡിലാക്കി ഇത് കൊണ്ടുവരിക. അങ്ങനെയാണ് ഈ ഫ്രെയിം വർക്ക് പറഞ്ഞിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ ഫുള്ള് മാറ്റി. ഓക്കെ, അതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് മാറ്റം വന്നിരിക്കുന്നത്. ആൻഡ് ദ നമ്പർ ഓഫ് വെയ്റ്റഡ് ഐറ്റംസിൻ്റെ എണ്ണവും കൂടി 299 ആയിരുന്നു, ദാറ്റ് ബിക്കെയിം 358. ബാസ്ക്കറ്റിൻ്റെ എണ്ണം കൂടി. അങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങളും നമുക്ക് കാണാം. നോക്കി, ഒബ്സലീറ്റ് ഐറ്റംസ് സച്ച് ആസ് VCD പ്ലേയേഴ്സ്, റേഡിയോസ്, കാസറ്റ് ടേപ്സ്, അതെല്ലാം റിമൂവ് ചെയ്തു. ന്യൂ സീരീസ് ഇൻക്ലൂസ് ഡിജിറ്റൽ സർവീസസ് സച്ച് ഓൺലൈൻ മീഡിയ, അതെല്ലാം ആഡ് ചെയ്തു. പെൻ ഡ്രൈവ്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. ചിലപ്പോൾ ചോദിക്കും, ഇവർ കുറേ ഐറ്റം ലിസ്റ്റ് ചെയ്തിട്ട് 8-10 കാണും, ഏതൊക്കെ ആഡ് ചെയ്തു ഏതൊക്കെ റിമൂവ് ചെയ്തു ചിലപ്പോൾ ചോദിക്കും. അത് ലോജിക്കലി നമുക്ക് ഡിഡക്ട് ചെയ്യാന്നുള്ളതുള്ളൂ. അതായത് ആ ബേസ് ഇയർ ഓർമ്മ വരണം. 2012 ആയിരുന്നു നമ്മൾ ബേസ് ഇയർ. 12 to 24 എന്തൊക്കെ സാധനം ഒബ്സലീറ്റ് ആയി പോയി, എന്തൊക്കെ സാധനം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ആ ലോജിക്ക് ഉപയോഗിച്ചാൽ മതി, കിട്ടും. ഓക്കെ, ഇതിനകത്തൊരു നോർമലി പെൻഡ്രൈവ് ഉപയോഗിക്കുന്നവരുണ്ടോ? പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു അല്ലേ ഇപ്പം എല്ലാം ഈ ഡേറ്റ സ്പീഡ്സ് ഒക്കെ വന്നേ പിന്നെ. ഇല്ല, ഞാൻ കുറേ നാളെ പെൻഡ്രോൾ ഉപയോഗിച്ചിട്ടോ ചോദിച്ചാൽ കേട്ടോ ഉണ്ടായിരുന്നു. CD DVD ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി പോയി. എക്സർസൈസ് എക്യുപ്മെൻറ്റ്, പിന്നെ ഹൗസ് ഹോൾഡ് സർവീസസിലേക്ക് വന്നിട്ടുണ്ട്. അറ്റൻഡൻറ്റ്, ബേബി സിറ്റേഴ്സ്, പിന്നെ റൂറൽ ഹൗസ് റെൻറ്റ്. നമ്മൾ സ്ഥിരം കേട്ടിട്ടുണ്ട് അർബൻ ഹൗസ് റെൻറ്റ്, ഹൗസ് റെൻറ്റ് അലവൻസ് എന്നൊക്കെ പറയത്തില്ല. അത് അർബൻ ഏരിയാസിലാണ് കൂടുതലും കൊടുത്തുകൊണ്ടിരുന്നത്. റൂറൽ ഏരിയസിലോട്ട് വന്നു കഴിഞ്ഞു. അറ്റൻഡൻസ്, ബേബി സിറ്റേഴ്സ്, അതിനൊക്കെയുണ്ട്. എല്ലാം പെയ്ഡ് സർവീസാണ് കേട്ടോ, അതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വാട്ട് ആർ ആഡഡ് ആൻഡ് വാട്ട് ആർ റിമൂവ്ഡ്. വെയിറ്റേജിൽ മാറ്റമുണ്ട്, വെയിറ്റേജിൽ വലിയ മാറ്റമുണ്ട്, അത് നമുക്ക് കാണാം. ഓക്കെ, അല്ല വെയിറ്റേജിൽ മാറ്റം വരണം. അതിൻ്റെ കാര്യമാണ് ഈ സ്റ്റൈലിൽ പറഞ്ഞിരിക്കുന്നത്. ഏഞ്ചൽസ് ലോ എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് ഏഞ്ചൽസ് ലോ പറയുന്നത്? അതായത് നമ്മുടെ ഇൻകം കൂടുമ്പം പ്രപ്പോർഷണേറ്റ് ഷെയർ ഇൻ ഫുഡ് എക്സ്പെൻഡിച്ചർ കുറയും. എനിക്ക് 10 രൂപ കിട്ടിക്കൊണ്ടിരുന്നപ്പം ഞാൻ 5 രൂപയായിരിക്കും ഫുഡിന് മുടക്കുന്നത്. എനിക്ക് 15 രൂപ ഇൻകം കിട്ടുമ്പോഴും 5 എന്നുള്ള 6 രൂപയാവുമായിരിക്കും. പക്ഷെ നേരത്തെ 50% ആയിരുന്നു, ഇപ്പോൾ 50% ഇല്ല. സോ ദാറ്റ് ഈസ് ബിക്കമിങ് ട്രൂ, ദാറ്റ് വി ആർ സീയിങ് കേട്ടോ. അതാണ് ഇപ്പോൾ ഓൺലൈൻ ചോദിച്ചില്ലേ വെയ്റ്റ്സ് മാറുമെന്ന്, വെയ്റ്റ്സ് മാറിയിട്ടുണ്ട്. ഓക്കെ, so Angel's law is becoming true in our case. അതായത് India is rising to an upper middle income country. So what we see is that ആൾക്കാരുടെ എക്സ്പെൻസ് കുറേ പ്രപ്പോർഷണൽ എക്സ്പെൻസ് ഓൺ ഫുഡ് ആൻഡ് ബിവറേജസ് ആർ കമ്മിങ് ഡൗൺ. ഓക്കെ, സോ അതിൻ്റെ വെയിറ്റ് അവർ കുറച്ചു. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നേരത്തെ നമ്മൾ കണ്ടു ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ഫുഡ് ആൻഡ് ബിവറേജസ്. അത് 45 നിന്ന് 36 കുറച്ചു. വെരി ഇമ്പോർട്ടൻറ്റ്, അത് നോട്ട് ചെയ്തോളുക. മെയിൻസിനൊക്കെ വാല്യൂ ആഡഡ് സാധനമായിട്ട് നിങ്ങൾക്ക് എഴുതാം, ഇൻട്രസ്റ്റ് ലോ ഒക്കെ എഴുതാം. ഓക്കെ, ചിലപ്പോൾ ചോദിക്കാം വൈ ഡിഡ് സച്ച് ആൻഡ് സച്ച് തിങ് ഹാപ്പൻ. ഫുഡ് ആൻഡ് ബിവറേജസിൻ്റെ വെയിറ്റ് കുറച്ച് എന്താണ്? ആൾക്കാർ കൺസംഷൻ കുറഞ്ഞതുകൊണ്ടാണോ?
അല്ലെങ്കിൽ ആൾക്കാരുടെ കൺസംഷൻ പാറ്റേൺസ് മാറുന്നത് കൊണ്ടാണോ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. റിയൽ തിങ് ഇസ് ഇൻകം ഓഫ് പീപ്പിൾ ഇസ് ഗോയിങ് ഹൈ. ദാറ്റ്സ് വൈ ആസ് എ പ്രപ്പോർഷൻ, അതായത് അവർ കൺസംഷൻ കുറച്ച് നല്ല അതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? സിമ്പിളാ, ഒന്നുമില്ല. അതായത് എനിക്ക് 10 രൂപ സാലറി ഉണ്ടായിരുന്നുള്ളൂ ആദ്യം, 10 വർഷം മുമ്പ്. ഞാൻ അതിനകത്ത് 5 രൂപ ഫുഡ് മേടിക്കാൻ ചിലവാക്കി. 5 രൂപ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് ഞാൻ ജീവിച്ചു. എനിക്ക് 10 എന്നുള്ളത് 20 രൂപ സാലറി ആയെന്ന് വിചാരിക്കുക. അന്നേരവും ഞാൻ 5 എന്നുള്ളത് 10 രൂപ ആക്കുമോ എൻ്റെ എക്സ്പെൻസ്, ഫുഡ് എക്സ്പെൻസ്? ആക്കിയിട്ട് കാര്യമില്ല. ഞാൻ എന്ത് കഴിക്കും? ഒരു പരിധിയില്ല കഴിക്കുന്നതിന്, അതുകൊണ്ട് അത് കൂടുതൽ കഴിക്കാൻ പറ്റില്ല. അന്നേരവും ഞാൻ 5 എന്നുള്ളത് കുറച്ചുകൂടെ പ്രീമിയം സാധനം കഴിക്കുമായിരിക്കും. ചായക്കടയിൽ നിന്ന് ഞാൻ സ്റ്റാർബക്സിൽ പോകുമായിരിക്കും. സ്റ്റിൽ എൻ്റെ പ്രപ്പോർഷണൽ എക്സ്പെൻസ് മാറുന്നില്ല. പ്രപ്പോർഷണൽ എക്സ്പെൻസ് മാറി, കാരണം 5 രൂപയായിരുന്നത് ഞാൻ മാക്സിമം 6, 7, 8 രൂപ വരെ ചിലവാക്കും. 10 രൂപ ഇൻകം ആയിരുന്നപ്പം 5 രൂപയാണ് ഞാൻ കൊടുത്തത്. ദാറ്റ് ഇസ് 50% ഓഫ് മൈ ഇൻകം ഹാസ് ഗോൺ ടു ഫുഡ്. 20 രൂപ ആയിരുന്നപ്പം 50% ആണ് ഞാൻ 10 rupees ഐ ഹാവ് ടു സ്പെൻഡ്. ഐ എം നോട്ട് സ്പെൻഡിങ് 10 rupees. ഐ എം സ്പെൻഡിങ് ഓൺലി 5 എന്നുള്ള 6 or 7 ആയി. അപ്പോൾ എൻ്റെ ഇൻകം കൂടുന്നതനുസരിച്ച് നമ്മൾ ഫുഡ് ആൻഡ് ബിവറേജസിന് ചിലവാക്കുന്നത് പ്രപ്പോർഷണലി കുറയും എന്നാണ് പറയുന്നത്. 50% എന്നുള്ളത് 50 ആയിരിക്കില്ല, പിന്നെ 40 or 35% ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുള്ളൂ. ബട്ട് ഇൻ റിയൽ വാല്യൂ ടേംസ് അതിനകത്ത് മാറ്റമൊന്നുമില്ല. 5 രൂപയുടെ ദോശ കഴിച്ചവൻ നാളെ 6 രൂപയുടെ ദോശ കഴിക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ കൂടി, പക്ഷെ അവൻ്റെ ഇൻകം അതിൻ്റെ ഇരട്ടിയായിട്ട് കൂടി. ഓക്കെ, ദാറ്റ് ഇസ് ഇൻട്രസ്റ്റ് ലോ. ക്ലിയർ ആണോ? പിന്നെ മറ്റൊരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So in line with the international standards, നമ്മൾ തീരുമാനിച്ചു the items that become zero, the cost of the item that becomes zero due to government subsidy, that should be avoided. കാരണം ലോജിക്കലാണ്. ഞാൻ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം അടി ചെയ്താൽ പോരെ. ഞാൻ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇൻഫ്ലേഷൻ ബാധിക്കുന്നുള്ളൂ. എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇൻഫ്ലേഷൻ ബാധിക്കുമോ? ഇല്ല, ബാധിക്കത്തില്ല. സോ വി ഹാവ് ടു എലിമിനേറ്റ് ദാറ്റ്. ഇറ്റ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ ബാസ്കറ്റ്. പിന്നെ ഇന്റർനാഷണലി അതൊരു മെയിൻസ് വാല്യൂ ആഡഡ് പോയിന്റ് ആണ് കേട്ടോ ഈ സാധനം. ഓക്കെ, IMF റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാ വർഷവും നമ്മൾ പീരിയോഡിക്കായിട്ട് കറക്റ്റായിട്ട് CPI ബാസ്ക്കറ്റ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിങ്ങനെ 12 years ആയി അല്ലേ, ആഫ്റ്റർ 2012. അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ് വരും. അപ്പോൾ അതുകൊണ്ട് ഇൻഫ്ലേഷൻ കറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. മെയിൻസ് വാല്യൂഡഡ് പോയിന്റ്സ് ആണ്. പ്രിലിംസിനകത്ത് കാര്യമൊന്നുമില്ല. IMFൻ്റെ ലാസ്റ്റ് നമ്മളെ കൺക്ലൂഷനൊക്കെ എഴുതില്ലേ, 90% കേസിലും ചോദ്യം വരും മെയിൻസ് ഈ ബേസ് ഇയർ മാറിയുണ്ട്. സോ യു ക്യാൻ കൺക്ലൂഡ്, IMF പറഞ്ഞിട്ടുണ്ട് ലൈക്ക് 5 yearsനുള്ളിൽ നമ്മൾ ഇത് മാറ്റണം ടു എൻഷുവർ ദാറ്റ് വി റിമെയിൻ റെപ്രസെൻറ്റേറ്റീവ്. കറക്റ്റായിട്ടുള്ള മാർക്കറ്റിലെ മാറ്റങ്ങൾ പഠിക്കണം. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് മാറ്റങ്ങൾ ഈസ് വെരി ഫാസ്റ്റ്. കഴിഞ്ഞ 10 വർഷത്തെ മാറ്റമല്ല ഇപ്പം, അപ്പം അതിന് 2 വർഷം മതി. സോ ഫാസ്റ്റ് തിങ്സ് ആർ ഗോയിങ്. അപ്പോൾ 5 വർഷം കൂടുമ്പോൾ നമ്മളിത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ അതാണ് നമുക്ക് ഇൻഫ്ലേഷനെ പറ്റി പറയാനുള്ളത്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൻ്റെ ബേസ് ഇയർ ചേഞ്ചിനെ പറ്റി ഡിസ്കഷൻസ് നടക്കുന്നേ ഉള്ളൂ, ഇതുവരെ മാറ്റിയിട്ടില്ല. എന്തോ എന്താ ചോദിച്ചത് എന്നോട് പറയൂ. ഹലോ, പറഞ്ഞോളൂ. WPI ഈസ് നോട്ട് ആസ് സിഗ്നിഫിക്കൻ്റ് ആസ് ദിസ്. കാരണം CPIയിലാണ് ചേഞ്ചസ് മുഴുവൻ വന്നിരിക്കുന്നത്. സോ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് CPIക്കാണ്. WPI ഫുള്ളി അവോയ്ഡ് ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല. ഒരു സബ്ജക്റ്റ് നമ്മളെ സിലബസിനകത്തുള്ള സ്ഥിതിക്ക് എന്തായാലും അത് നോക്കണം. ആ പെർസ്പെക്റ്റീവിൽ അതിനെ കണ്ടാൽ മതി, അത്ര ഇമ്പോർട്ടൻസ് അതിന് കൊടുത്താൽ മതി. ബട്ട് ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു CPI. CPIയിലാണ് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വന്നിരിക്കുന്നത്, CPIയിലല്ലേ. സോ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ഇറ്റ്.
ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് വൺ ഇസ് ബാങ്കിങ് ആൻഡ് മോണിറ്ററി പോളിസി. അവിടെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. സോ നമുക്കറിയാം ഫങ്ഷൻസ് ഓഫ് ദി RBI നമുക്കറിയാം അല്ലേ? RBIയുടെ മോണിറ്ററി പോളിസി ടൂൾസ് അതും നോട്ട് ചെയ്ത് വെക്കണം. കാരണം RBI റിപ്പോ റേറ്റ് ഘട്ടം ഘട്ടമായി കുറച്ചു. ഓക്കെ, ഇതുവരെ കൂട്ടിയിട്ടില്ല. ഈവൻ നമുക്ക് അങ്ങനെ ഇൻഫ്ലേഷണറി എഫക്ട്സ് ഒന്നും ഇതുവരെ വാർ കാരണം വന്നിട്ടില്ല. ആസ് ലോങ് ആസ് അവർ ഫുഡ് ആൻഡ് ഫ്യൂൽ പ്രൈസസ് സ്റ്റേസ് സ്ട്രോങ്. ഓക്കെ, നമുക്കറിയില്ല ഇലക്ഷനൊക്കെ കഴിയുമ്പോൾ എന്താവും നമുക്കറിയില്ല. സോ എനിവേ RBIയുടെ ടൂൾസിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ വെച്ചേക്കാം. സോ ഇഫ് യു ക്യാൻ സി കണ്ടോ 2022 തൊട്ട് സ്റ്റഡി ആയിട്ട് റിപ്പോ റേറ്റ് കുറച്ച് വന്നിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് നേരത്തെ, സ്റ്റേറ്റ്മെന്റ് റീസണിങ്ങും എല്ലാം ചോദിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് എ വെരി സിഗ്നിഫിക്കൻറ്റ് ടോപ്പിക്. ഇതിനകത്ത് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിപ്പോ റേറ്റ് എന്താണ്? റേറ്റ് അറ്റ് വിച്ച് ബാങ്ക്സ് ബോറോ ഫ്രം RBI. റിവേഴ്സ് റിപ്പോ RBI ബോറോയിങ് ഫ്രം ദ ബാങ്ക്. ക്യാഷ് റിസർവ് റേഷ്യോ നമ്മൾ കണ്ടു. ഇതെല്ലാം നമ്മൾ മറ്റേ എക്കണോമിക് സർവേ കണ്ടപ്പോൾ കണ്ടതാണ്. നമ്മുടെ മോണിറ്ററി അഗ്രിഗേറ്റ്സിൽ ഉണ്ടാകുന്ന മാറ്റം, M0യിലും M1ലും ഉണ്ടാകുന്ന മാറ്റം, അത് CRRനെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി എന്താണ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ CRR ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ? Which is more liquid? SLR will be more liquid. Yeah, statutory liquidity. അത് ബാങ്ക്സ് തന്നെ വെച്ചാൽ മതി. പിന്നെ ക്വാളിറ്റേറ്റീവ് ടൂൾസ് നമുക്കറിയാമല്ലോ. മാർജിൻ റിക്വയർമെൻറ്റ്സ്, പിന്നെ ഇതിനകത്ത് പറയാത്ത റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ. അത് അറിയാമല്ലോ, റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ. അതായത് ഓരോ അസറ്റിനും ഓരോ റിസ്ക് ഉണ്ട്. ഇപ്പം നമ്മൾ ലെൻഡ് ചെയ്യുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിന് ലെൻഡ് ചെയ്യുന്നത് ഈസ് മോർ റിസ്കിയർ ദാൻ ലെൻഡിങ് ടു എ പേഴ്സൺ ഹൂ ക്യാൻ ബൈ എ ഹൗസ്. കാരണം അവിടെ മറ്റേതിന് റിസ്ക് കുറവുണ്ട്. കാരണം യു ഹാവ് എ കൊളാറ്ററൽ വീട്ടുണ്ട്, അപ്പം അതിന് റിസ്ക് കുറവാണ്. അപ്പം റിസ്ക് കൂടുതലുള്ള ഭാഗത്തേക്ക് ലെൻഡ് ചെയ്യാൻ RBI എന്ത് ചെയ്യും? കൺസ്ട്രെയിൻസ് വയ്ക്കും. സോ അതൊക്കെയാണ് റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ എന്നൊക്കെ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ടോപ്പിക്സിനകത്ത്? ഞാൻ ജസ്റ്റ് ഒരു റിവിഷൻ പോലെ കവർ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് വൺ ഈസ് RBI's എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക്. സോ എന്താണ് എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചോദിച്ചിട്ടുണ്ട് എക്സാമിന് ഇതിനെപ്പറ്റി. എനിക്കൊന്ന് രണ്ട് പ്രിലിംസിന് ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അടുപ്പിച്ചിട്ട് 2019 തോന്നുന്നു, 19 23 ചോദിച്ചിട്ടുണ്ട്. കാരണം മിക്കവാറും RBIയും ഗവൺമെൻറ്റും തമ്മിലൊരു ടസിൽ ഉണ്ടാകും, ലൈക്ക് ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ്. എന്താ എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്കിൻ്റെ ആവശ്യം? വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇത് നിങ്ങൾ റിവിഷൻ വരെ വെച്ചുകൊണ്ടിരിക്കരുത്. വാട്ട് ഇസ് സിഗ്നിഫിക്കൻസ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക്? അങ്ങനെ തന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് ആരുടെയാണ്? കുറേ ലിസ്റ്റ് ചെയ്തു, കുറേ എൻറ്റിറ്റീസ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, RBIയുടെ ആണ് എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക്. ഓക്കെ, ചോദ്യമായിരുന്നു, സിവിൽ സർവീസ് ഫിലിംസിൻ്റെ ചോദ്യമായിരുന്നു. വളരെ സിമ്പിൾ ചോദ്യമാണ്. നൗ വൈ ഡിഡ് RBI ബ്രിങ് ദി എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക്? അതായത് RBIക്ക് എപ്പോഴും ഒരു പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, RBIയുടെ പ്രോഫിറ്റിന് പല കാര്യങ്ങളുണ്ട്. വിൽ സീ ദാറ്റ്. അപ്പോൾ ഈ പ്രോഫിറ്റ് RBI എന്ത് ചെയ്യും? RBI ആണ് മണി പ്രിന്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് പ്രോഫിറ്റ്സ്. We will discuss what we'll do. അതെങ്ങനെയാണ് വന്നെന്ന് കാണാം. സോ what will that RBI do with that profits? അത് ഗവൺമെന്റിന് കൊടുക്കും. ഓക്കെ, RBI ഇത്ര പ്രോഫിറ്റ് ഉണ്ടല്ലോ, RBIക്ക് വേറെ അതുകൊണ്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ഇറ്റ് വിൽ ട്രാൻസ്ഫർ ഇറ്റ് ടു ദി ഗവൺമെന്റ്. അപ്പോൾ അങ്ങനെ ഗവൺമെന്റ് ചോദിക്കാൻ തുടങ്ങി RBIയുടെ അടുത്ത്, ഇത്ര രൂപ പ്രോഫിറ്റ് കിട്ടിയില്ലേ, give it to us. ഗവൺമെന്റ് വിൽ സ്റ്റാർട്ട് ആസ്കിങ്. ഫ്രീ മണി അല്ലേ വരുന്നത് RBI ന്ന്, നല്ലതല്ലേ? സോ ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദി RBI. അപ്പോൾ RBI എന്ത് ചെയ്തു? അവർക്ക് കയ്യിലിരിക്കുന്ന എല്ലായിടത്തും കൊടുത്ത് ഒരു അത്യാവശ്യം വന്നാൽ എന്ത് ചെയ്യും? സോ അങ്ങനെ ഒരു കേസ്, ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ വാട്ട് RBI ഷുഡ് ഡു? അങ്ങനെ ഒരു കേസ് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ബിമൽ ജലാൽ
കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വി ബോട്ട് എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക്. ഓക്കെ, വെരി സിഗ്നിഫിക്കൻറ്റ് ടോപ്പിക്. So it governs the risk sharing and the surplus distribution between Reserve Bank of India and the government. അപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞത് നമ്മൾ കണ്ടു, സർപ്ലസ് ഷെയറിങ്. ആർ ബി ഐയുടെ പ്രോഫിറ്റ് നമ്മൾ ഗവൺമെൻറ്റിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. പിന്നെ ആദ്യത്തെ കാര്യം, ആർ ബി ഐക്ക് കുറേ അസറ്റ്സ് ഉണ്ട്, കുറേ ക്യാപിറ്റൽ ഉണ്ട്. ഓക്കെ, അത് എവിടെ നിന്നുണ്ടായി? ആർ ബി ഐയുടെ അസറ്റ്സ് എന്തൊക്കെയായിരിക്കും? ആർ ബി ഐയുടെ ക്യാപിറ്റൽ മുതൽ, വാട്ട് ആർ ബി ഐ ഹാസ് വിത്ത് ഇറ്റ് എന്തായിരിക്കും? ഇമാജിൻ, ജസ്റ്റ് ഇമാജിൻ. ഏതാ? അത് തന്നെ, പറഞ്ഞോളൂ. ദാറ്റ്സ് റൈറ്റ്. അതായത് ആർ ബി ഐ ബാങ്കുകൾക്ക് കടം കൊടുക്കില്ലേ? ആർ ബി ഐ കൊളാറ്ററൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആർ ബി ഐ ഗവൺമെന്റ് ബോണ്ട്സ് മേടിക്കും, അതിനൊക്കെ ആർ ബി ഐക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഏതാ? ഇത് കണ്ടോ, ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ആർ ബി ഐ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മേടിച്ച് ഗവൺമെന്റിന് പൈസ കൊടുക്കും, അതിൽ നിന്ന് ആർ ബി ഐക്ക് ഇൻകം ഉണ്ട്. പിന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഫ്രം ലിക്വിഡിറ്റി മാനേജ്മെന്റ് ടൂൾസ്. എന്താണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി? നമ്മൾ നേരത്തെ കണ്ടു, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, മറ്റേ MSF എല്ലാം നമ്മൾ കണ്ടു. അതിനകത്തൊന്നും ആർ ബി ഐക്ക് ഇൻകം ഉണ്ട്, അല്ലെ? കൊളാറ്ററലൈസ്ഡ് ആണ്, ആർ ബി ഐക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. റിവേഴ്സ് റിപ്പോ റേറ്റിൽ ബാങ്കുകൾ ആർ ബി ഐക്ക് കാശ് കൊടുക്കും. ഓൾ ദീസ് ആർ ആർ ബി ഐസ് ഇൻകംസ്. ലോൺസ്, ആർ ബി ഐ ലോൺ കൊടുക്കും. ആർക്ക് കൊടുക്കും? പ്രൈവറ്റ് ഏജൻസീസിന് കൊടുക്കും. ആർ ബി ഐയുടെ, അതെ, റവന്യൂ എന്ന് പറയുന്നത് ആർ ബി ഐക്ക് കിട്ടുന്ന വരുമാനമല്ലേ? ആർ ബി ഐ ഹാസ് ഇറ്റ് വിത്ത് ഇറ്റ്, അതിൻ്റെ മുതലാണത്. അതായത് ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം അത് നമ്മുടെ പബ്ലിക് ഫിനാൻസിലെ റവന്യൂ അതുമായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ആർ ബി ഐ ഹാസ് ദിസ് മച്ച് ഇൻകം, ഇറ്റ് ഹാസ് മണി വിത്ത് ഇറ്റ്. എ ബൾക്ക് എമൗണ്ട് ഓഫ് മണി ഈസ് കമ്മിങ് ആസ് ഇൻകം ആൻഡ് ആർ ബി ഐ ഈസ് ഹോൾഡിങ് ഇറ്റ്. അതാണ് അതിൻ്റെ ക്യാപിറ്റൽ. ഓക്കെ, പിന്നെ വരുന്നത് ലോൺസ്. ആർ ബി ഐ ആർക്ക് കൊടുക്കും ലോൺ? MSF, മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി. എന്താണ് MSF? അതായത് ബാങ്ക്സ് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഓവർനൈറ്റ് ലെൻഡിങ് മെക്കാനിസം പഠിച്ചിട്ടില്ലേ? ദാറ്റ് ഇസ് MSF. ഓക്കെ, വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ്. എന്താണ്? ആർക്ക് കൊടുക്കും? ആർ ബി ഐ ഗവൺമെന്റിന് കൊടുക്കും. ടെമ്പററി, ഓൾമോസ്റ്റ് 90 days. ഓക്കെ, 90 daysലേക്ക് ആർ ബി ഐ ഗവൺമെന്റിന് ലോൺ കൊടുക്കും. ഇതിനെല്ലാം ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആർ ബി ഐയുടെ ക്യാപിറ്റലാണ്. ഈ ആർ ബി ഐയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ ഇൻട്രസ്റ്റ് ആർ ബി ഐ കൈ ക്യാഷ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുമല്ല, ഇറ്റ് ഈസ് റീഇൻവെസ്റ്റിംഗ് എൽസ്വെയർ. ഓക്കെ, പിന്നെ സെന്യൂറേജ്. എന്താണ് സെന്യൂറേജ്? കറൻസി പ്രിന്റ് ചെയ്യും. അതായത് 500 രൂപയുടെ കറൻസി പ്രിന്റ് ചെയ്താൽ കറൻസി പ്രിന്റിങ് കോസ്റ്റ് പോട്ടെ ഒരു 100 രൂപ, കാൽക്കുലേഷനുള്ള എളുപ്പത്തിന് പോയിട്ട് 400 രൂപ കയ്യിലുണ്ട്. ആ 400 രൂപ എന്ത് ചെയ്യും? ആർ ബി ഐയുടെ പ്രോഫിറ്റ് ആണോ ആ 400 രൂപ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ലിറ്ററലി ആർ ബി ഐക്ക് ആ 400 രൂപ എടുക്കാൻ പറ്റുമോ? അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ 400 രൂപ ആർ ബി ഐ കിട്ടും, ദാറ്റ് ഇസ് എ റിയാലിറ്റി. ബട്ട് ആർ ബി ഐ കനോട്ട് കീപ്പ് ഇറ്റ്. ഓക്കെ, സിമ്പിളാണ്, ഒന്നുമില്ല. ആ 500 രൂപ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ബി ഐ കൈ വെക്കില്ല, ഇറ്റ് വിൽ കീപ് ഇറ്റ് ടു ദ ബാങ്ക്സ്. ബാങ്കിൻ്റെ ഇത് ഇൻട്രസ്റ്റ് മേടിക്കും. അതാണ് ആർ ബി ഐയുടെ പ്രോഫിറ്റ്. ഇൻ റിയാലിറ്റി മറ്റേ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഒന്നും ചോദിക്കുന്ന പോലെ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് കിട്ടിയതുകൊണ്ടല്ലേ ബാങ്കിന് കൊടുക്കാൻ പറ്റിയത്. ദാറ്റ് ഇസ് ദെയർ. ബട്ട് നമ്മുടെ ആ ടിപ്പിക്കൽ സെൻസിൽ ആലോചിക്കരുത്. ആർ ബി ഐ 400 രൂപ പ്രിന്റ് ചെയ്ത് 500 രൂപ പ്രിന്റ് ചെയ്തു, 400 രൂപ ആർ ബി ഐയുടെ പ്രോഫിറ്റ് ആയിട്ട് ആർ ബി ഐയുടെ കയ്യിൽ ഇരിക്കുകയെന്ന് ചിന്തിക്കരുത്. ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പണ്ട് കുറച്ചാൾ മുമ്പ് വരെ നമ്മൾ ഗോൾഡ് പെഗ് ചെയ്തിരുന്നു. ഏർലി ടു ലേറ്റ് 1970s വരെ ഗോൾഡ് ബാക്ക്ഡ് കറൻസീസ് ആയിരുന്നു. അന്നേരം നമ്മൾ ചെയ്തിരുന്നത് 500 രൂപ പ്രിന്റ് ചെയ്യണമെങ്കിൽ 500 രൂപ വർത്ത് ആയിട്ടുള്ള ഗോൾഡോ അസോസിയേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ഒരു വർത്തി ആയിട്ടുള്ള സാധനം നമ്മൾ സ്റ്റോർ ചെയ്തുകൊണ്ട് മാത്രമേ 500 രൂപ പ്രിന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് മാറി US ഉൾപ്പെടെ മാർക്കറ്റ്, അതായത് ട്രസ്റ്റ് ബേസ്ഡ്, ഡിമാൻഡ് സപ്ലൈ ബേസ്ഡ് ഇതിലേക്ക് മാറി. അപ്പോൾ ഇനിയിപ്പോൾ ആർ ബി ഐക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ഔട്ട് ഓഫ് ലോ, ഐ മീൻ നിയമമുണ്ട് ആർ ബി ഐക്ക്, മറ്റേ മോണിറ്റൈസേഷൻ ഓഫ് ഡെഫിസിറ്റ് എന്നൊക്കെ പറഞ്ഞ് നിയമങ്ങളുണ്ട്. ദേ കനോട്ട് ഈസിലി ഡു ഇറ്റ്, ബട്ട് ഇഫ് ദേ വോണ്ട് ദേ ക്യാൻ ഡു ഇറ്റ്. അതാണ് ഡെഫിസിറ്റ് മോണിറ്റൈസേഷൻ. ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ ഡെഫിസിറ്റ് മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള വകുപ്പ് നമുക്കുണ്ട്. ഡെഫിസിറ്റ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് കടമുണ്ട്, ആ കടം പൈസ പ്രിന്റ് ചെയ്ത് അങ്ങ് തീർക്കാം.
ബട്ട് ദാറ്റ് വിൽ കോസ് എ ബിഗ് പ്രോബ്ലം. എന്താ? ഇൻഫ്ലേഷൻ ഉണ്ടാവും, മാർക്കറ്റ് ട്രസ്റ്റ് നഷ്ടപ്പെടും. ഇവരെന്താവശ്യമുണ്ടെങ്കിലും മാർക്കറ്റ് പൈസ അടിക്കും, മാർക്കറ്റിലേക്ക് ക്യാഷ് വരും, പൈസയുടെ വില പോകും. സോ ട്രസ്റ്റ് ഇസ് ഗോൺ. രണ്ട്, മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ റുപ്പി ഡിമാൻഡ് എന്നാ പറ്റും? റുപ്പി ഡിമാൻഡ് വിൽ ഫോൾ. അപ്പോൾ എന്ത് പറ്റും? ഇൻഫ്ലേഷൻ കൂടും. അപ്പോൾ ആ ഒരു ബാലൻസിലാണ് ഇപ്പം, അതിനെ ഫ്ലോട്ടിംഗ് എന്നൊക്കെ പറയത്തില്ലേ, ഫ്ലോട്ടിംഗ്, ആ ഒരു ബാലൻസിലാണ് ഇപ്പോൾ പോകുന്നത്. സോ ഇറ്റ് ക്യാൻ പ്രിന്റ് ഇഫ് ഇറ്റ് വോണ്ട്സ് ടു. പണ്ടത്തെ പോലെ അത്ര ഗോൾഡ് എടുത്ത് വെച്ചിട്ട് പ്രിന്റ് ചെയ്യാനുള്ള അങ്ങനെയൊന്നുമില്ല. ഇഫ് ഇറ്റ് വോണ്ട്സ് ടു ഇറ്റ് ക്യാൻ പ്രിന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സെന്യൂറേജ് എന്ന് പറഞ്ഞാൽ 500 രൂപ പ്രിന്റ് ചെയ്യുന്നു, 100 രൂപ ചിലവിന് പോകുന്നു, 400 രൂപ എന്ത് ചെയ്യും? RBI വിൽ ലെൻഡ് ഇറ്റ് ടു ദ ബാങ്ക്സ്. അവിടുന്ന് RBI പ്രോഫിറ്റ് എടുക്കും. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് മേക്സ് പ്രോഫിറ്റ്. ഡയറക്റ്റ്ലി അതെടുത്ത് വയ്ക്കാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ഇൻട്രസ്റ്റ് ഏൺഡ് ഫ്രം ഫോറിൻ കറൻസി ഇൻവെസ്റ്റ്മെന്റ്സ് എവിടെ നിന്നായിരുന്നു? എങ്ങനെയായിരിക്കും? അതായത് നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യില്ലേ. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് SDR എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്താണ് SDR? സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. IMFന്റെ IMFന്റെ IMF ആണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു അലോക്കേഷൻ ഉണ്ട്, നമ്മുടെ കോട്ട അറിയാലോ, അത് പറയാം, വിൽ സീ ദാറ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് SDR കയ്യിലുണ്ട്. അതല്ല, നമുക്ക് വേണമെങ്കിൽ എക്സസ് SDR വേറെ രാജ്യങ്ങളിലായിട്ട് മേടിക്കാം, അവർക്ക് ക്യാഷ് കൊടുത്തിട്ടോ ട്രേഡിന് ഗുഡ്സ് കൊടുത്തിട്ടോ മേടിച്ച് വെക്കാം. വിൽ ഏൺ ഇൻകം ഫോർ ദാറ്റ്. ദാറ്റ് RBI ക്യാൻ കീപ്. പിന്നെ RBI ഈ കിട്ടുന്ന ഇപ്പോൾ ഡോളർ RBI കളക്ട് ചെയ്യും അല്ലേ. RBIയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിലെ മേജർ കമ്പോണൻ്റ് ആണ് ഡോളർ. RBI അതെല്ലാം എടുത്ത് ഇങ്ങനെ പെട്ടിയിലാക്കി അതിൻ്റെ പുറത്തേറിയിരിക്കുകയല്ല ചെയ്യുന്നത്. ഇറ്റ് വിൽ റീഇൻവെസ്റ്റ്. നമുക്ക് വിശ്വസ്തമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള അസറ്റ്സിൽ ഇറ്റ് വിൽ ഇൻവെസ്റ്റ്. അവിടെ നിന്നൊക്കെ ഇൻകം വരും. സോ ദാറ്റ് ഇസ് RBI's ഫോറിൻ കറൻസി ഏർണിങ്സ്. അപ്പോൾ ഇത്രയും ഏർണിങ്സ് RBI ഉണ്ട്. സോ RBI ഹാസ് എ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻ ദി ഓർഡർ ഓഫ് lakhs of crores of capital RBI holds. ഓക്കെ, പറഞ്ഞു വന്നത് അതാണ് RBIയുടെ ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ എന്ത് ചെയ്യും? RBI ഹാസ് ടു ട്രാൻസ്ഫർ ടു ദി ഗവൺമെന്റ് ആസ് പ്രോഫിറ്റ്. അപ്പം ഞാൻ പറഞ്ഞു എല്ലാം എടുത്ത് കൊടുക്കാൻ പറ്റില്ല, കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ കണ്ടീഷനാണ് എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് നമ്മൾ ചെയ്യുന്നത്. ഇതായിരുന്നു ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? പെട്ടെന്ന് പറ. Which among the following are the sources of income for Reserve Bank of India? ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു. 25 24 ചോദിച്ച ചോദ്യമാണ്. വളരെ ഈസി അല്ലേ? പറ. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗവൺമെന്റ് ബോണ്ട്സ് ആണോ? ആണ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഫോറിൻ കറൻസി, നമ്മുടെ ഇപ്പൊ പറഞ്ഞു തീർന്നേ ഉള്ളൂ. ഫോറിൻ എക്സ്ചേഞ്ച് സർവീസ്. പെൻഷൻ ഫണ്ട് മാനേജ്മെന്റ്, സിമ്പിൾ അല്ലേ? പെൻഷൻ ഫണ്ട് മറ്റേ നാഷണൽ പെൻഷൻ സ്കീമുണ്ട്, പ്രൈവറ്റ് ബാങ്കുകൾ മാനേജ് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് മാനേജ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് എൻറ്റിറ്റീസ്, ഗവൺമെന്റ്, എല്ലാവരും കൂടെ ചെയ്യുന്നത്. RBIക്ക് അതിനകത്ത് വലിയ റോഡൊന്നുമില്ല. ലെൻഡിങ് ടു പ്രൈവറ്റ് കമ്പനീസ്, നേരെ RBI ചെന്ന് ലോൺ ചോദിച്ചാൽ കിട്ടുമോ? പ്രിന്റിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് കറൻസി നോട്ട്സ് 1, 2 and 5 അല്ലേ? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? So coming back to economic capital framework, ഇല്ല അതിൻ്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് റൂൾ. സോ എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് ബിമൽ ജലാൽ കമ്മിറ്റി. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്കിന് നമുക്ക് 2 കമ്പോണൻസ് ഉണ്ട്. എക്കണോമിക് ക്യാപിറ്റലിന് ഫ്രെയിംവർക്ക് എന്നുള്ള ഇട്ടേക്കുക. RBIയുടെ എക്കണോമിക് ക്യാപിറ്റലിന് നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഓക്കെ, ഒന്ന് റിയലൈസ്ഡ് ഈക്വിറ്റി, 2 റീവാലുവേഷൻ ബാലൻസസ്. പേര് മാത്രമേ ഉള്ളൂ, സാധനം സിമ്പിളാണ്. റിയലൈസ്ഡ് ഈക്വിറ്റി എന്ന് വെച്ചാൽ എന്താ? ഈക്വിറ്റി എന്ന് വെച്ചാൽ എന്താ? ഷെയർ. റിയലൈസ്ഡ് ഷെയർ എന്ന് വെച്ചാൽ എന്താ? ഞാനൊരു കമ്പനിയുടെ, ഞാൻ ടാറ്റയുടെ ഷെയർ മേടിച്ചു. ഓക്കെ, ആ ഷെയർ ഞാൻ വിറ്റു. 50 രൂപയ്ക്ക് മേടിച്ചാൽ 100 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, അപ്പം എനിക്ക് 100 രൂപ കിട്ടിയില്ലേ? ഐ റിയലൈസ്ഡ് ഇറ്റ്. അല്ലെങ്കിൽ ഞാൻ ടാറ്റയുടെ ഷെയർ മേടിച്ചു, ആ ഷെയർ അവിടെ ഉണ്ട്, എനിക്കതിനകത്ത് ഇൻകം ഒന്നും കിട്ടുന്നില്ല, അത് ഞാൻ മേടിച്ചിട്ടില്ല. ദാറ്റ് ഈസ് അൺറിയലൈസ്ഡ് ഗെയിൻസ്. അൺറിയലൈസ്ഡ് ഗെയിൻസ് എന്ന് പറഞ്ഞാൽ 50 രൂപയുടെ ഷെയർ ഞാൻ മേടിച്ചു,
നമ്മളിത് സർവേയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണെന്ന് തോന്നുന്നു. 50 രൂപയുടെ ഷെയർ ഞാൻ മേടിച്ചു, ആ ഷെയറിൻ്റെ വാല്യൂ കൂടി 100 രൂപയായി. സോ മൈ നെറ്റ് വർത്ത് 100 രൂപയായി അല്ലേ? ആ 100 രൂപയ്ക്ക് ഞാൻ ടാക്സ് അടയ്ക്കേണ്ടതുണ്ടോ? വൈ? എൻ്റെ വർത്ത് എൻ്റെ അസറ്റ് അല്ലേ, എൻ്റെ വെൽത്ത് അല്ലേ. am I supposed to pay a tax for that? No, because ഞാനത് റിയലൈസ് ചെയ്തിട്ടില്ല. ഇറ്റ് ഇസ് സ്റ്റിൽ നോട്ട് മൈൻ. അതവിടെ ഉണ്ട്, ഇറ്റ് ഇസ് സ്റ്റിൽ ഇൻ ദ റിസ്ക്. പൈസ ഇനിയും കൂടാം, ഇനിയും കുറയാം, എനിക്ക് അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് കാണിച്ചാൽ ലോൺ കിട്ടും കേട്ടോ, അത് വേറെ കഥയാണ്. ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് തിങ്. ടാക്സ് അടയ്ക്കണ്ട. സോ ദാറ്റ് ഇസ് റിയലൈസ്ഡ് ഈക്വിറ്റി. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ RBIക്ക് ഉണ്ട് അങ്ങനെ, അതായത് റിയലൈസ്ഡ് ആക്ച്വൽ യൂസബിൾ ക്യാപിറ്റൽ അവൈലബിൾ വിത്ത് RBI. അതായത് RBIയുടെ എന്തെങ്കിലും അസറ്റ് വിറ്റ പൈസയോ ഒരു ഇമ്മീഡിയറ്റ് ലിക്വിഡായിട്ട് RBIയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് പാർട്ട് ഓഫ് റിയലൈസ്ഡ് ഈക്വിറ്റി. അതായത് ഇൻകം, RBIയുടെ ഇൻകം, ഞാൻ ഏൺ ചെയ്ത ഇൻകം റെഡി ആയിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ട്, പാർട്ട് ഓഫ് ദ ക്യാപിറ്റൽ, റെഡി ടു ബി യൂസ്ഡ്, റെഡി ടു ഡിപ്ലോയ് എനി ടൈം. റിയലൈസ്ഡ് ഈക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഈസ് അണ്ടർ മൈ ഡിസ്പോസൽ. ഓക്കെ, ഞാൻ നേരത്തെ ഷെയറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഷെയർ ഞാൻ മേടിച്ചിട്ടുണ്ട്, ആ ഷെയർ അവിടെ കിടന്ന് വളരുന്നു, മാർക്കറ്റ് കിടന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഐ ഹാവൻറ്റ് യൂസ്ഡ് ഇറ്റ്, ഐ ഹാവൻറ്റ് സോൾഡ് ഇറ്റ്, ഓർ ഐ ഹാവൻറ്റ് കളക്റ്റഡ് എനി ഡിവിഡൻസ് ഫ്രം ഇറ്റ്. അപ്പോൾ അത് അൺറിയലൈസ്ഡ് ഗെയിൻസ് ആയിട്ട് അവിടെ കിടക്കുക, അതിനൊരു അപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ. The moment I sell it to earn money from it, it becomes what? Realized gains. ഓക്കെ, അതുപോലെ തന്നെയാണ് RBIയുടെ കേസിലും വരുന്നത്. RBIയുടെ കേസിൽ ചിലപ്പോൾ RBIക്ക് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കാം, ഫോറിൻ കറൻസി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ RBI അത് കൊടുത്തിട്ട്, ഓക്കെ, അത് വിറ്റിട്ട് RBIക്ക് ഒരു ഗെയിൻസ് കിട്ടുന്നു. ആ ക്യാപിറ്റൽ RBIയുടെ കയ്യിലുണ്ട് ഫോർ ഇമ്മീഡിയറ്റ് ഡിസ്പോസൽ, എന്താവശ്യത്തിന് ഉപയോഗിക്കാം. ഓക്കെ, സോ ദാറ്റ് ഇസ് റിയലൈസ്ഡ് ഈക്വിറ്റി. I will come to revaluation balance. അതും സിമ്പിളാണ്. സോ കമ്പോണൻസ് ഓഫ് റിയലൈസ്ഡ് ഈക്വിറ്റി എന്താണ്? കണ്ടീജൻസി ഫണ്ട്. റിയലൈസ്ഡ് ഈക്വിറ്റിയുടെ കമ്പോണൻസ് ഞാൻ പറയുന്നത്. കണ്ടീജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എമർജൻസി ഫണ്ട്. RBIയുടെ കയ്യിൽ കുറച്ച് ഫണ്ടുണ്ട്, ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ് ഫോർ ഇഫ് ദർ ഇസ് എൻ എമർജൻസി. 2, അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ട്. RBIയുടെ ഇൻറ്റേർണൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്, RBI എക്സ്പാൻഡ് ചെയ്യുന്നു, പുതിയ ഓഫീസ് തുടങ്ങുന്നു, പുതിയ ക്വാർട്ടേഴ്സ് ബിൽഡ് ചെയ്യുന്നു. അപ്പം അങ്ങനെ RBIയുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഫണ്ടാണ് അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ട്. പിന്നെ അതർ റീറ്റെയിൻഡ് ഏർണിങ്സ്, എന്തെങ്കിലും ഒരു ബോണ്ട് വിൽക്കുമോ, ഇപ്പോൾ RBIയുടെ കയ്യിൽ ഗവൺമെൻറ് ബോണ്ട്സ് ഉണ്ട്, അത് തിരിച്ചു കൊടുത്തപ്പോൾ RBIക്ക് വരുമാനം കിട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ എവറിത്തിങ് ഈസ് ഗിവിങ് RBI റവന്യൂ. ഓക്കെ, ദാറ്റ് ഈസ് റിയലൈസ്ഡ് ഈക്വിറ്റി. സിമ്പിൾ അല്ലേ? 2 നമ്മൾ കാണുന്നത് റീവാലുവേഷൻ ബാലൻസസ്. സിമ്പിളാണ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അൺറിയലൈസ്ഡ് ഗെയിൻസ്. ഓക്കെ, ഇപ്പോൾ RBI എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഫണ്ടൊന്നും കിട്ടിയിട്ടില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഉണ്ട്, ബട്ട് RBI ഡസ് നോട്ട് ഹാവ് ഇറ്റ് അണ്ടർ ഇറ്റ്സ് ഡിസ്പോസൽ. അവിടെ നിന്ന് വരുമാനം വന്നാൽ മാത്രമേ RBIക്ക് ഡിസ്പോസലുള്ളൂ. വരുമാനം ഒന്നും വരുന്നില്ല, അസറ്റ് ഉണ്ട്, കൊള്ളാം, അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ വരുമാനമൊന്നുമില്ല. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് റീവാലുവേഷൻ ബാലൻസ്. 2, RBIക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾ. ഓക്കെ, RBI ഒരു ബോണ്ട് മേടിച്ചു, അത് നഷ്ടത്തിൽ വിറ്റു, അല്ലെങ്കിൽ ഗോൾഡ് മേടിച്ചു, ഗോൾഡിൻ്റെ വില ഇടിഞ്ഞു, അവിടെയൊക്കെ നഷ്ടം വരുമല്ലോ, എല്ലാ കാലത്തും ഗോൾഡിൻ്റെ വില കയറി പോകത്തില്ലല്ലോ. അപ്പം അങ്ങനെ നഷ്ടങ്ങൾ വരുന്നതും ഈ റീവാലുവേഷൻ ബാലൻസിനകത്ത് പെടുത്തും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് RBIയുടെ ക്യാപിറ്റൽ. റിയലൈസ്ഡ് ഈക്വിറ്റി സേഫ് ആണ്, ഈസിലി ഡിസ്പോസിബിൾ അസറ്റ്സ് ആണ്. റീവാലുവേഷൻ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് not liquid, not easily available. Also, it also includes losses faced by RBI. Okay. Revaluation balances are unrealized gains, net losses resulting from movement of exchange rates, gold prices, interest rates, etc. Now, അതാണ് RBIയുടെ ക്യാപിറ്റൽ, എക്കണോമിക് ക്യാപിറ്റൽ. ക്ലിയർ അല്ലേ? എക്കണോമിക് ക്യാപിറ്റൽ എന്താണ് RBIയുടെ? Now, ഇനി സിമ്പിളാണ്. ഇനി പറയുന്നത് ദ സർപ്ലസ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി, എങ്ങനെയാണ് ഗവൺമെന്റിന് RBI പ്രോഫിറ്റ് കൊടുക്കുന്നത്. ദ സൈസ് ഓഫ് ദ റിയലൈസ്ഡ് ഈക്വിറ്റി ഇൻ ദ ഫോം ഓഫ് കണ്ടീജൻസി റിസർവ് ബഫർ. ഞാനത് ഫുള്ള് കൊടുത്തില്ല. കണ്ടീജൻസി റിസർവ് ബഫർ
അതായത് പാർട്ട് ഓഫ് റിയലൈസ്ഡ് ഈക്വിറ്റി ആണ് കേട്ടോ, വെരി ഇമ്പോർട്ടൻ്റ്. The size of the realized equity in the form of contingency reserve buffer must be maintained between 5% and 5.5% and 6.5% in the RBI's balance sheet. അതായത് ആർ ബിയുടെ റിയലൈസ്ഡ് ഈക്വിറ്റി ഉണ്ടല്ലോ, ആർ ബിയുടെ കയ്യിലുള്ള സാധനം ഫോർ ഇമ്മീഡിയറ്റ് ഡിസ്പോസൽ, അതിൻ്റെ 5.5 to 6.5% എങ്കിലും ആർ ബിയുടെ കയ്യിൽ വെക്കണം ഫോർ എമർജൻസി. എമർജൻസി ഫണ്ടൊക്കെ പറഞ്ഞിട്ടില്ലേ, നമുക്ക് കിട്ടുന്ന പൈസ മുഴുവൻ നമ്മൾ ചിലവാക്കുവാണ്, അല്ല കുറച്ച് പൈസ കയ്യിൽ വെക്കണം, അത്രേ ഉള്ളൂ. ആ കൈ വെച്ചതിന് ശേഷം ബാക്കി ഗവൺമെൻറ്റിന് കൊടുത്തോളൂ, they can give it. The RBI transfers 100% of its net income only if contingency reserve buffer, അതായത് കണ്ടീജൻസി റിസർവ് ബഫറിന് ഒന്നുമില്ല, ഒരു എമർജൻസി ഫണ്ട് കയ്യിൽ വെക്കുക. അത് മറ്റേത് കൂടാണ്ടാണ് കേട്ടോ, നമ്മൾ ഇപ്പുറത്തൊരെണ്ണം കണ്ടില്ലേ, ഇവിടെ കണ്ടീജൻസി ഫണ്ടെന്ന് കണ്ടില്ല, അത് ആർ ബിയുടെ ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. ആർ ബി ഓൾറെഡി അതിനെ കുറിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ് കണ്ടീജൻസി റിസർവ് ബഫർ. അത് മറ്റേ 3 ഐറ്റം കൂടെ ചേർത്തിട്ടുള്ളതാണ് കണ്ടീജൻസി റിസർവ് ബഫർ. ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യും, 5.5 to 6.5% മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദി ആർ ബി ഐ ക്യാൻ ഗിവ് 100% ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ്സ് ടു ഗവൺമെൻറ് ആഫ്റ്റർ കീപ്പിംഗ് എസൈഡ്സ്. ബാക്കി ഫുള്ള് കൊടുക്കാം. പിന്നെ ഒരു എക്കണോമിക് ക്യാപിറ്റൽ ടാർഗറ്റ് ഉണ്ട്. രണ്ടിൻ്റെയും കൂടെ സം, നമ്മുടെ എക്കണോമിക് ക്യാപിറ്റലിൻ്റെയും അതായത് റിയലൈസ്ഡ് ഈക്വിറ്റിയുടെയും റീവാലുവേഷൻ ബാലൻസസും കൂടെ ചേർന്ന് റിയലൈസ്ഡ് ഈക്വിറ്റി എത്ര വേണം 20%, റീവാലുവേഷൻ ബാലൻസ് 25%. എക്സാക്ട് നമ്പേഴ്സ് ഒന്നും ആവശ്യമൊന്നുമില്ല, ബട്ട് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്, ഒരു ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, for the information sake അത്രേ ഉള്ളൂ. ബട്ട് കീപ്പ് ഇൻ മൈൻഡ് വാട്ട് ഇസ് എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക്, വാട്ട് ഇസ് എക്കണോമിക് ക്യാപിറ്റൽ, വാട്ട് ഇസ് റിയലൈസ്ഡ് ഈക്വിറ്റി, വാട്ട് ഇസ് റിവാലുവേഷൻ ബാലൻസസ്. കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. വർഷം അടുപ്പിച്ച് ചോദ്യം വരുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ക്ലിയർ ആണോ? ഓൺലൈൻ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഗുഡ്. എന്തോ ഇൻകം ടാക്സ് ആർ ബി ഐയോ? ഇല്ലായിരിക്കും. ആണോ? എവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു? ആണോ? ഫെയർ ഡൗട്ട്. എന്തോ ആർക്കും ടാക്സിബിൾ ആണോ എന്നല്ലേ? ഇവിടെ എങ്ങും അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല. ഐ ഹാവ് ഓൾസോ നോട്ട് തോട്ട് അബൌട്ട് ഇറ്റ്. കാരണം നെറ്റ് ഇൻകത്തെ പറ്റി പറയുന്നുണ്ട്, ആഫ്റ്റർ ലോസസ്, ആഫ്റ്റർ ഗെയിൻസ്, ആഫ്റ്റർ ലോസസ്, അതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. ആഫ്റ്റർ ടാക്സ് ആണ് എടുത്തു. എന്താ അതിൻ്റെ ആൻസർ? ഇല്ല, ഇല്ലായിരിക്കും. നോക്കാം, ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ കണ്ടേ. നമുക്ക് റിയലൈസ്ഡ് ഈക്വിറ്റിയിൽ എക്കണോമിക് ക്യാപിറ്റൽ, റിയലൈസ്ഡ് ഈക്വിറ്റി, റിവാലുവേഷൻ ബാലൻസസ്. റിയലൈസ്ഡ് ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആർ ബിയുടെ വരുമാനം, മൊത്തത്തിലുള്ള ക്യാപിറ്റൽ. മിച്ചമുള്ളത്, അതായത് ഇത്രയും 5% വെച്ച് കഴിഞ്ഞ് ബാക്കി എത്രയുണ്ടോ അത്രയും കൊടുക്കാം, അത്രയും ഗവൺമെൻറ്റിന് ട്രാൻസ്ഫർ ചെയ്യാം. അത് ഡസൻ മേക്ക് ലോജിക്. 5% കണക്കി വെച്ചാൽ പോരല്ലോ, സാധനം വേണ്ടേ? അത് നമുക്ക് നോക്കാം, ആർ ബി ഐ കൊടുക്കുന്നുണ്ടോ ഇല്ല. കൊടുക്കുന്നില്ല. ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതാണ്. ഓ നൈസ്. സോ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആണ്. ഇതിനെപ്പറ്റിയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ പറയാൻ പ്രധാന കാരണം റെക്കോർഡാണ്. ഇപ്പം നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് നിൽക്കുന്നത്. ഐ തിങ്ക് ജനുവരി എൻഡിൽ ഇറ്റ് വാസ് 728 ബില്യൺ. റെക്കോർഡാണ്, ഓൾ ടൈം റെക്കോർഡാണ്. ഗിവൺ ദാറ്റ് വാസ് ബിഫോർ ദ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ്. ഓക്കെ, എനിവേ നമുക്ക് ഇത്രയും വലിയൊരു റെക്കോർഡ് ഈ ക്രൈസിസിനിടയിലും, അതായത് കഴിഞ്ഞ വർഷം എന്തായിരുന്നു പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലേ,
കോവിഡ് കഴിഞ്ഞാൽ പിന്നെ വലിയ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ലല്ലോ. റഷ്യ ഉക്രൈൻ വാർ വന്നു. റുപ്പി ഡിപ്രീസിയേഷൻ, that was a big problem. That was what I was thinking about. 93 rupees ആയി റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ട്. എനിവേ, പക്ഷെ റുപ്പി ഡിപ്രീസിയേഷൻ അത്ര ഒരു പ്രോബ്ലം അല്ലെന്ന് നമ്മൾ എക്കണോമിക് സർവേയിൽ പഠിച്ചു. ദാറ്റ് ഇസ് നോട്ട് എ തിങ് ടു വറി അബൌട്ട്. എനിവേ, അത്രയും പ്രശ്നങ്ങൾക്കിടയിലും നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് കൂടി പോവാണ്. കാരണം റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ RBI എന്ത് ചെയ്യും? ഇതൊരു സർപ്രൈസിങ് ഫാക്ടറായിട്ട് വരാൻ കാര്യം എന്താ? ഇതിന് കൗണ്ടറായിട്ട് നിൽക്കുന്ന റുപ്പി ഡിപ്രീസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും RBIയുടെ റെക്കോർഡ് വരുമാനം ഇതിൽ കയറി. പ്രൈമറി റീസൺ ഇസ് ദ റൈസ് ഇൻ പ്രൈസ് ഓഫ് ഗോൾഡ്, ഞാൻ പറഞ്ഞിരുന്നു. എനിവേ, റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ RBI ഡോളർ എന്ത് ചെയ്യും? ബയ്യോ സെല്ലിയോ? സെല്ല് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? ഒന്നുമില്ല, സിമ്പിളാണ്. RBI ഇത് ഡിമാൻഡ് സപ്ലൈ ഡൈനാമിക്സ് ആണ്. ഒരു സാധനത്തിന് ഡിമാൻഡ് കൂടുമ്പോഴാണ് അതിൻ്റെ വില കൂടുന്നത്, ഡിമാൻഡ് കുറയുമ്പോഴാണ് വില കുറയുന്നത്. അപ്പോൾ റുപ്പിക്ക് ഡോളറിന് ഡിമാൻഡ് കൂടും, അപ്പോൾ ഡോളർ സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ കൂടുതൽ റുപ്പി കൊടുക്കണം ഒരു ഡോളർ മേടിക്കാനായിട്ട്, റുപ്പിക്ക് വില ഇല്ലാണ്ടായി. സോ what RBI does is, when the price of rupee is depreciating, RBI will start to sell dollars in the market. അപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഡോളർ ഈസി ആയിട്ട് അവൈലബിൾ ആണ്, ഡോളറിൻ്റെ ഡിമാൻഡ് കുറയും. നൗ ഡോളറിന് ഡിമാൻഡ് കുറയുമ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യും? ബാങ്ക് ഡോളർ മേടിക്കും. ബാങ്ക് ഡോളർ മേടിക്കുന്നത് എന്ത് ചെയ്യും? റുപ്പി കൊടുക്കണം. റുപ്പി RBI ഡോളേഴ്സ് റിലീസ് ചെയ്യും. ബാങ്ക്സ് it doesn't work that way. RBI will sell dollars. For some reason, banks will absorb rupees. Right? It will sell dollars in the market. Okay. RBI will sell dollars to the banks. RBI can market-ലേക്ക് ഇറക്കിടാൻ പറ്റില്ല. It will give it to the banks. Banks will sell it in the market. കാരണം ഡോളർ ഡിമാൻഡ് കൂടി നിൽക്കുന്ന സമയമാണ്. സോ ഇഫ് ഇറ്റ് സെൽസ് ഇൻ ദ മാർക്കറ്റ്, പീപ്പിൾ വിൽ ബൈ. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ. അപ്പോൾ എന്ത് കൊടുത്താലാണ് ഡോളർ കിട്ടുന്നത്? റുപ്പി കൊടുക്കണം. ഓക്കെ, അപ്പോൾ റുപ്പിയുടെ ഡിമാൻഡ് കൂടും. സോ റുപ്പി വിൽ സ്റ്റാർട്ട് ടു അപ്രീഷിയേറ്റ്. അതാണ് ആ മെക്കാനിസം. സോ എനിവേ, അത്ര ഹൈ ആണ്. അപ്പം ഇതൊരു ചോദ്യമായിരുന്നു, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ക്ലിയർ ആണോ? സോ കമ്പോണൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത് ഗോൾഡ് ഉണ്ട്, ഫോറിൻ കറൻസി അസറ്റ്സ് ഉണ്ട്, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ഉണ്ട്. എന്താണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്? IMFന്റെ എന്താ? IMF കൊടുക്കുന്ന ഒരു അസറ്റാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. അതൊരു സെപ്പറേറ്റ് കറൻസിയോ ഒരു ഒന്നുമല്ല, വേറെ പ്രത്യേകിച്ച് ഒരു ഫേസ് വാല്യൂ ഒന്നുമില്ല അതിന്. ബട്ട് ഇറ്റ് ഈസ് എൻ അസറ്റ് ദാറ്റ് ഇസ് ഓവ്ഡ് ബൈ IMF. നമ്മളിപ്പോൾ RBI ക്യാഷ് പ്രിന്റ് ചെയ്യുന്ന പോലെ ഉള്ളൂ. RBI പറയുന്നത് എന്താ? ഐ പ്രോമിസ് ടു പേ ദ ബെയർ ദ സം ഓഫ് ഇതാ. അപ്പം നമ്മൾ ഗോൾഡ് ഒന്നും ഇത് വെച്ചിട്ടില്ല, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ട്രസ്റ്റ് ഓൺലി. ഇപ്പം അതുപോലെ തന്നെ IMF എന്ത് ചെയ്യുന്നു? SDR എന്ന് പറഞ്ഞൊരു സാധനം ഇറക്കുന്നു. SDR ഇസ് ബേസ്ഡ് ഓൺ എ ബാസ്കറ്റ് ഓഫ് കറൻസീസ്. ഏതൊക്കെയാണ്? ഡോളർ, വെസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തോ. ഡോളർ, പിന്നെ പൗണ്ട് സ്റ്റെർലിംഗ്, യൂറോ, പിന്നെ ചൈനീസ് യുവാൻ, ജാപ്പനീസ് യെൻ. ആ കറക്റ്റ് ഓർഡറിൽ ഓർത്താൽ മതി, വെസ്റ്റ് ഇൻ ഈസ്റ്റ് ഔട്ടർ ഓർഡർ. അപ്പോൾ 5 ബാസ്കറ്റ് ഓഫ് കറൻസീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഫ്രീലി യൂസബിൾ കറൻസി ആയിട്ട് IMF കാണുന്നത്. ഇന്ത്യൻ റുപ്പി ഇല്ല. അപ്പം ഈ ഫ്രീലി യൂസബിൾ കറൻസീസ് വെച്ചിട്ടാണ് ഇവർ SDR എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം എനിക്ക് SDR എന്നൊരു സാധനം എൻ്റെ കയ്യിലുണ്ട്. ഐ ക്യാൻ ട്രേഡ് ഇറ്റ് ഫോർ എനി ഓഫ് ദീസ് കറൻസീസ്. എനിക്ക് SDR ഉണ്ട്, എനിക്ക് ഡോളർ വേണം, ബിക്കോസ് ഐ എം ട്രേഡിംഗ് ഇൻ ഡോളർ വിത്ത് എ കൺട്രി. ഐ ക്യാൻ ബൈ ഡോളർ. ഐ വോണ്ട് ചൈനീസ് യുവാൻ, ഐ ക്യാൻ ബൈ ചൈനീസ് യുവാൻ. അപ്പോൾ ഇപ്പം ഞാൻ IMF എന്ന് പറയുന്ന ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നൊരു ഏജൻസി ഉണ്ട്. അതിന് സ്വന്തമായിട്ട് പൈസയൊന്നുമില്ല. ഫണ്ടിങ് കൺട്രീസ് അവർക്ക് കാശ് കൊടുക്കും. ഓക്കെ, അത്യാവശ്യം ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ക്രൈസിസോ, ഇപ്പോൾ പാകിസ്ഥാൻ ഈയിടെ വന്നു, അവർക്കൊരു ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വന്നു. ഇന്ത്യക്ക് ഏർലി 90s വന്നിരുന്നു. അന്നേരമൊക്കെ IMF എന്ത് ചെയ്യും? ഇവർക്ക് ലോൺ കൊടുക്കും. ഈ ലോൺ എവിടെ നിന്നാണ് വരുന്നത്? ബാക്കിയുള്ള കൺട്രീസ് എല്ലാം കൂടെ ചേർന്ന്, നമ്മളിപ്പോൾ ഒരു
കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, നമ്മളെല്ലാവരും കൂടെ ഫണ്ട് പൂൾ ചെയ്യുന്നു, അതാണ് IMF. ഇനി ഓരോ രാജ്യവും എത്രയാണോ IMFന് കോൺട്രിബ്യൂട്ട് ചെയ്തത് അതാണ് അവരുടെ കോട്ട. ഇപ്പം ഇന്ത്യ 100 SDR, IMFന് കറൻസി ഇല്ല, SDR ആണ് കൊടുക്കുക അല്ല വേണ്ട, ഫോർ ദ ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ 100 രൂപ കൊടുത്തുനിന്നിരിക്കട്ടെ, ഇന്ത്യയുടെ കോട്ട 100 രൂപയാണ്. ഓക്കെ, അമേരിക്ക കൊടുക്കുന്നതോ 1000 രൂപയായിരിക്കും. അമേരിക്കയാണ് ഏറ്റവും വലിയ ഫണ്ടർ എന്ന് വിചാരിക്കാം. അപ്പോൾ അമേരിക്കയുടെ കോട്ട 1000ആണ്. അപ്പോൾ ഈ കോട്ട അനുസരിച്ച് ഓരോ രാജ്യത്തിനും IMF SDR അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ അത്രയും ഇന്ത്യയുടെ അത്രയും പൈസ IMFൽ ഇരിക്കുവാണ് ഓൾറെഡി. സോ ഐ ഹവ് ഗിവൺ ദം, ഐ ഹവ് ലെൻഡ് ദം മണി ടു IMF. IMF ക്യാൻ യൂസ് ഇറ്റ് ടു ഗിവ് ടു എനിവൺ, ഐ ഡോണ്ട് കെയർ. IMF ഞാനും കൂടെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ഏജൻസിയാണ്. ഐ എം പാർട്ട് ഓഫ് ഇറ്റ്, ഐ എം എ മെമ്പർ കൺട്രി. സ്റ്റാർട്ട് ചെയ്തതിൽ ഐ എം എ മെമ്പർ കൺട്രി. സോ ഐ ഹവ് ഗിവൺ ദം ഫണ്ട്സ്. ആ ഫണ്ട്സ് അവർക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. ഇൻ റിട്ടേൺ they have given me what? In return they have given me what? ആലോചിക്കേ, SDR. മനസ്സിലായില്ലേ? IMF എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, പീപ്പിൾ കൺട്രീസ്, മെമ്പർ കൺട്രീസ്, അതിന് കുറേ മെമ്പർ കൺട്രീസ് ഉണ്ട്. ഇവരെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് IMFന്റെ ലെൻഡിങ് കപ്പാസിറ്റി ഉള്ളത്. ആ പൈസയാണ് IMF ബാക്കി ആവശ്യമുള്ള രാജ്യങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ IMFന്റെ ഒരു മെമ്പർ കൺട്രിയാണ്. ഐ ഹാവ് കോൺട്രിബ്യൂട്ടഡ് സം മണി ഇൻ ടു ദ ഫണ്ട്. എൻ്റെ കാശ് അവിടെ ഇരിക്കുമല്ലേ, ഞാൻ വെറുതെ കൊടുത്തല്ല, ഞാൻ ഗ്രാൻഡ് ആയിട്ടൊന്നും കൊടുത്തല്ലത്. ഇറ്റ് ഈസ് നോട്ട് ചാരിറ്റി, ഐ ഹാവ് ഗിവൺ ദം. ഇൻ റിട്ടേൺ ഐ ഹാവ് ടേക്കൺ SDR അലോക്കേഷൻ. ദാറ്റ് ഇസ്. അപ്പം എൻ്റെ അതാ 2 വാക്ക് വരും ഇവിടെ, ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, ഇപ്പോൾ പറഞ്ഞിട്ടില്ല, പറഞ്ഞു വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാം. 2 വാക്കുണ്ട് ഇവിടെ, SDR അലോക്കേഷനും SDR ഹോൾഡിങ്സ്. ഓക്കെ, SDR അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വാട്ട് IMF ഹാസ് ഗിവൺ മീ ഫോർ മൈ കോട്ട, ഫോർ മൈ കോൺട്രിബ്യൂഷൻ ടു ദ IMF. IMF ഹാസ് ഗിവൺ മീ SDRs. ഓക്കെ, ദാറ്റ് ഐ ക്യാൻ കീപ് വിത്ത് മീ. 2 SDR ഹോൾഡിങ്സ്. അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ അലോക്കേഷൻ എൻ്റെ ബേസിക് ലിറ്ററൽ മീനിങ് എടുത്താൽ മതി. എന്തെങ്കിലും അലോക്കേറ്റ് ചെയ്യണം, ഒരാൾ അലോക്കേറ്റ് ചെയ്താലല്ലേ ആ സാധനം അവിടെ ഉള്ളൂ, അതാണ് അലോക്കേഷൻ. 2 ഹോൾഡിങ്സ്, എനിക്ക് എത്ര വേണേലും SDR ഹോൾഡ് ചെയ്യാം. 1 ഇസ് വാട്ട് ഇസ് അലോക്കേറ്റഡ് ബൈ IMF. സെക്കൻഡ് 1 ഇസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വേറെ എവിടെ നിന്നെങ്കിലും എനിക്ക് മേടിക്കാം. വേറെ ഏതെങ്കിലും രാജ്യത്തിന് ചിലപ്പോൾ ഡോളർ ആവശ്യം വന്നു കാണും, ഞാൻ അവന് ഡോളർ കൊടുത്തിട്ട് SDR മേടിച്ചു. ദാറ്റ് ഈസ് മൈ ഹോൾഡിങ്സ്. 2 ഉണ്ട്, ഹോൾഡിങ്സും അലോക്കേഷൻ. ഓക്കെ, അപ്പം എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്തതെന്ന് മനസ്സിലായില്ലേ, എങ്ങനെയാണ് ഹോൾഡിങ്സ് വന്നതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഹോൾഡിങ്സ് ആണ് ഫോറക്സിൽ വരുന്നത്. യാ, ദാറ്റ് ഗിവ്സ് അസ് ഇൻകം. മറ്റേതിന് ഇൻകം അല്ല, വി ആർ ഓൾറെഡി ഗിവൺ ടു IMF. അതിൻ്റെ അപ്പോൾ നമുക്കത് എപ്പോൾ എടുക്കാം. അത് റിസർവ് ട്രാൻസ്പോസിഷൻ എന്ന് പറയുന്ന മറ്റൊരു സാധനമാണ്, ഇത് കാണാം. സോ അതാണ് IMFന്റെ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. ഓക്കെ, ഈ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന 5 കറൻസിയിലാണ്. ആ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സിന്റെ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് 1 ഇസ് റിസർവ് ട്രാൻസ്പോസിഷൻ. അഗെയിൻ ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് ദ സെയിം തിങ്. റിസർവ് ട്രാൻസ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോട്ട അവിടെ ഉണ്ട്, ആ കോട്ട 100 rupees ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ തിരിച്ചെടുക്കാം, എന്താ പറയുന്നത്, വിത്ഡ്രോ ദാറ്റ് മണി എനി ടൈം വിത്തൗട്ട് എനി കണ്ടീഷൻസ്. നോർമൽ കേസിൽ വിത്തൗട്ട് എനി ഇൻട്രസ്റ്റ് ഓർ വിത്ത് വെരി ലോ ഇൻട്രസ്റ്റ്. എനിക്കൊരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ക്രൈസിസ് വന്നെങ്കിൽ എൻ്റെ കോട്ട ഞാൻ എത്രയാണോ കൊടുത്തത് അത്രയും വരെ എനിക്ക് തിരിച്ചെടുക്കാം, അതിന് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കണ്ട. എമർജൻസി, അപ്പോൾ എമർജൻസി കഴിയുമ്പോൾ ആ കോട്ട തിരിച്ചു കൊടുത്താൽ മതി. ദാറ്റ് ഇസ് റിസർവ് ട്രാൻസ്പോസിഷൻ. മനസ്സിലായോ? ഈക്വൽ ടു SDR അലോക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് വേറൊരു ക്യാച്ച് ഉണ്ട്, അത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടാണ് ഞാൻ പറയാഞ്ഞത്. അതിനകത്തൊരു ക്യാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോട്ട IMFലുണ്ട്, ബട്ട് ഇഫ് ഐ ഗിവൺ ദ മോർ മണി എബവ് ദ കോട്ട ടു ലെൻഡ് ഇറ്റ് ടു സംബഡി എൽസ്, SDRനേക്കാളും മേളിലായിരിക്കും എൻ്റെ റിസർവ് ട്രാൻസ്പോസിഷൻ. എനിക്കൊരു കോട്ടയുണ്ട്, ഐ ഹവ് സ്പെൻഡ് 100 rupees വിത്ത് IMF.
I have also given some extra rupees to lend it to somebody else because I had surplus money. ഇല്ല, എൻ്റെ മെമ്പർ കോട്ടയുണ്ട്. അതായത് മെമ്പർ കോട്ട ഇസ് ഫിക്സ്ഡ്. അവരുടെ കൺട്രിയുടെ GDP അനുസരിച്ചും അവരുടെ എക്കണോമിക് മെമ്പർ കോട്ടയ്ക്ക് ഒരു കണ്ടീഷനുണ്ട്. കൺട്രിയുടെ GDP ഇത്ര ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പൺനെസ് ടു ട്രേഡ്, ഇസ് ഇറ്റ് ഓപ്പൺ ടു ഇൻ്റർനാഷണൽ ട്രേഡ്, അതോ ക്ലോസ്ഡ് ട്രേഡാണ്, അതെല്ലാം നോക്കിയിട്ടാണ് കോട്ട അലോക്കേറ്റ് ചെയ്യുക. അത് ബെഞ്ച് മാർക്കും അലോക്കേറ്റഡ് ഉണ്ട്. ആ അലോക്കേറ്റ് കോട്ട അനുസരിച്ച് നമ്മൾ SDR കൊടുക്കും. ഓക്കെ, ഐ ക്യാൻ ഗിവ് എക്സ്ട്രാ ടു IMF. ഓക്കെ, അപ്പം മൈ റിസർവ് ട്രാൻസ്പോസിഷൻ വിൽ ഗോ എബവ് SDR ബിക്കോസ് ഐ ഗിവൺ ദ മോർ മണി. മനസ്സിലായോ? അതിനകത്ത് പിന്നെ ഒരു ക്യാഷ് ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ റിസർവ് ട്രാൻസ്പോസിഷൻ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് നമ്മൾ എടുക്കേണ്ടത് ഇറ്റ് ഷുഡ് ബി ഇൻ ഫ്രീലി. അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്, അത്രയും ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. സിമ്പിളാണ് കൺസെപ്റ്റ്. ഈ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ IMF-ൽ കോട്ട വേണം. ഓക്കെ, ബട്ട് വി ഹാവ് ടു ഒബ്റ്റെയിൻ ദാറ്റ് കോട്ട ഇൻ ഫ്രീലി യൂസബിൾ കറൻസീസ്. ഇന്ത്യൻ റുപ്പി കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല. ബിക്കോസ് നോബഡി വോണ്ട്സ് ഇറ്റ്. നമ്മൾ ഈഗോ അടിച്ചിട്ട് വേണ്ട. എല്ലാവർക്കും വേണ്ടത് ഡോളർ, ഈ പറഞ്ഞ ഫ്രീലി യൂസബിൾ കറൻസീസ് ആണ്. ഓക്കെ, എൻ്റെ കയ്യിൽ ഫ്രീലി യൂസബിൾ കറൻസി ഇല്ല വിചാരിക്കുക. I don't have dollar, I don't have pound, yuan, yen ഒന്നുമില്ല. I only have rupees. ഞാൻ IMF-നോട് പറയുന്നു, give me some SDR, I'll give you in rupees. So IMF പറഞ്ഞു, okay, no problem, I'll take your rupees, but your reserve transposition will be lower. Say for example, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. Say for example 100 rupees ആയിരുന്നു SDR അലോക്കേഷൻ. 100 ആണ് റുപ്പീസ് വട്ടേക്ക്, 100 ആണ് SDR അലോക്കേഷൻ എൻ്റെ കോട്ടയ്ക്ക്. എനിക്ക് 75 SDR-നുള്ള ഫ്രീലി യൂസബിൾ കറൻസീസേ എൻ്റെ കയ്യിലുള്ളൂ. ഓക്കെ, പക്ഷെ 100 ആണല്ലോ അലോക്കേഷൻ. 100 വേണമല്ലോ. ഞാൻ എന്ത് ചെയ്യും? റെസ്റ്റ് 25 എന്ത് ചെയ്യും? റുപ്പി കൊടുക്കും. 75 എൻ്റെ കയ്യിൽ ഫോറിൻ കറൻസി ഉണ്ട്, അത് കൊടുത്ത് അത് മേടിച്ചു. പക്ഷെ എനിക്കിനി കൊടുക്കാൻ റുപ്പിയേ ഉള്ളൂ. ഓക്കെ പോരട്ടെ, റിസർവ് തരാം, അല്ല SDR തരാം. ഞാൻ റുപ്പി കൊടുത്തു. Everyone is happy. But next time when I look at my reserve transposition, that is reserve transposition എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് IMF-ൽ നിന്ന് ഫ്രീലി വിത്ഡ്രോ ചെയ്യാനുള്ള ഫണ്ട്സ്, that will be only 75. IMF will not say നിങ്ങളുടെ റുപ്പി എൻ്റെ കയ്യിൽ അതുകൂടെ കൊണ്ടുപോക്കോ. IMF will not say that. റിസർവ് ട്രാൻസ്പോസിഷൻ അവിടെ കുറയും. ബിക്കോസ് എല്ലാ കൺട്രീസിനും ഈ പറഞ്ഞ ഫ്രീലി യൂസബിൾ ഡോളറും എന്നും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരായനെ. എല്ലാ കൺട്രീസിനും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് വി ക്യാൻ അഡ്ജസ്റ്റ് വിത്ത് അവർ ഓൺ മണി. റിമൈനിങ് വി ക്യാൻ ഗിവ് വിത്ത് SDR, ബട്ട് അവർ റിസർവ് ട്രാൻസ്പോസിഷൻ വിൽ ബി താഴോട്ട് വരും. 100 ആണെങ്കിൽ 75 ഉള്ളൂ, ബാക്കി 25 റുപ്പിയിലല്ലേ അവിടുത്തെ. അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. സോ ഇത് രണ്ടും ഒരിക്കലും ഈക്വൽ അല്ല. ഐഡിയ സിമ്പിളാണ്, ഇറ്റ് കനോട്ട് ബി ഈക്വൽ. അതിൻ്റെ ഒരു എക്സെപ്ഷണൽ കേസാണ് ഞാൻ പറഞ്ഞത്. അത്രയും ഡെപ്ത് വേണ്ട. യു ഡോണ്ട് നീഡ് ടു ലേൺ ഓൾ ദാറ്റ്. യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ അത് ക്ലിയർ ആയി ശേഷം കുഴപ്പമില്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദി കമ്പോണൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ആൻഡ് വാട്ട് ഇസ് റിസർവ് ട്രാൻസ്പോസിഷൻ. അത്ര അറിഞ്ഞാൽ മതി. ക്ലിയർ അല്ലേ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് കാര്യങ്ങളൊക്കെ? ബിക്കോസ് ഇത് മനസ്സിലാവണമെങ്കിൽ യു നീഡ് ടു ഹാവ് എ വെരി സോളിഡ് ഐഡിയ അബൌട്ട് ദ ഫങ്ഷനിങ് ഓഫ് IMF. അതുകൊണ്ടേ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പറയാത്തത്. നെക്സ്റ്റ് വൺ ഇസ് വൺ സ്റ്റേറ്റ് വൺ RRB പ്രോഗ്രാം. ഓക്കെ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട് എന്താണ് RRBs, റീജിയണൽ റൂറൽ ബാങ്ക്സ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെ എന്താണ്? ഇറ്റ് ഈസ് ജോയിൻ്റ്ലി ഓൺഡ് ബൈ 1975 വന്നു. നരസിംഹം കമ്മിറ്റി കേട്ടിട്ടുണ്ട്. ജോയിൻ്റ്ലി ഓൺഡ് ബൈ ഗവൺമെൻറ് 50%, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഗവൺമെൻറ് 15%. സ്പോൺസർ ബാങ്ക്
35%. ആ കഥയെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് പറയുന്നു ഒരു സ്റ്റേറ്റിൽ ഒരുപാട് RRB വേണ്ട, ഒരു സ്റ്റേറ്റിൽ ഒറ്റ RRB മതി, ഇത്രേ ഉള്ളൂ കാര്യം. അങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് ഗവൺമെൻറ് വന്നു, അത് നടപ്പിലാക്കി. ഇപ്പോൾ മൊത്തം 28 RRB ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു 1 state 1 RRB വന്നതുകൊണ്ട് we can expect a question from RRBs. Okay. RRBs are regulated by Reserve Bank of India and supervised by NABARD. ചോദിക്കാം, തിരിച്ചിട്ട് ചോദിക്കാം. വൺ സ്റ്റേറ്റ് 1 RRB ഉണ്ടോ? കേരളത്തിൻ്റെ RRB എവിടെയാണോ? എവിടെയാ? അങ്ങനെയില്ല. കേരള ബാങ്ക് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലേ? കോഓപ്പറേറ്റീവ് ബാങ്കുകൾ അമാൽഗമേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടേ. ആ എന്താണ് ബ്രേക്ക് ആയി പോന്നു ഒന്ന് പറയോ? യാ 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 ഓക്കെ. അതായത് നമുക്ക് നേരത്തെ പല സ്പോൺസർ ബാങ്കും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പല RRBs ആകാമായിരുന്നു. ബട്ട് ഇപ്പം സെൻട്രൽ തീരുമാനിച്ചു ഒരു സ്റ്റേറ്റിന് ഒരു RRB മതി തീരുമാനിച്ചു. അതിനകത്ത് കേരളത്തിൻ്റെ RRB ഏതാണെന്ന് ചോദിച്ചാൽ അവൈലബിൾ കേരള ഗ്രാമീൺ ബാങ്ക് ആണോ? ഓക്കെ, പ്ലീസ് ചെക്ക്. ഓക്കെ, ഐ എം നോട്ട് അവൈലബിൾ ദാറ്റ്, പ്ലീസ് ചെക്ക്. ആണോ? കേരളത്തിൽ അപ്പോൾ നേരത്തെ ഒരു RRB ഉണ്ടായിരുന്നുള്ളൂ. വിൽ ചെക്ക്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഫൈനലൈസ് ചെയ്യാം. ഓക്കെ, എനിവേ ജസ്റ്റ് നോട്ട് ദിസ്. ഓക്കെ, 1 state 1 RRB പ്രോഗ്രാം ആണോ? കേരള ഗ്രാമീൺ ബാങ്ക് ആണോ? ആണ് കേട്ടോ, ഓൺലൈൻ കേരള ഗ്രാമീൺ ബാങ്ക്. ഓക്കെ, ഇത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എക്കണോമിക് സർവേയിൽ നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. മേജർ മിനറൽസിൻ്റെ റൈറ്റ്സ് വാസ് എക്സ്ക്ലൂസീവ് ടു സെൻട്രൽ ഗവൺമെൻറ് എന്നാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. ദാറ്റ് വാസ് നോട്ട് കറക്റ്റ്. ആ സമയത്ത് അതായത് നമ്മൾ മൈൻസ് ആൻഡ് മിനറൽസ് ആക്ടിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അന്നേരം നമ്മൾ ഒരു പർട്ടിക്കുലർ ഷെഡ്യൂൾ ഡിയിൽ കുറച്ച് മിനറൽസിനെ പെടുത്തി എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഓപ്ഷനിങ് റൈറ്റ്സ് വാസ് എക്സ്ക്ലൂസീവ്ലി വിത്ത് ദ സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, കുറച്ച് ലിഥിയം ക്രിട്ടിക്കൽ മിനറൽസ്, സം ക്രിട്ടിക്കൽ മിനറൽസ് വേർ added to Schedule D of the Mines and Minerals Regulatory Act. അപ്പം അന്നേരം നിങ്ങൾ ചോദിച്ചു മേജർ മിനറൽസിൻ്റെ എല്ലാ റൈറ്റ്സ് സ്റ്റേറ്റ്സിന് ഉണ്ടോ എന്ന് ചോദിച്ചു. ഐ വാസ് ഇൻ ഡൗട്ട്. അപ്പോൾ നിങ്ങൾ ആരോ പറഞ്ഞു ഇറ്റ് വാസ് എക്സ്ക്ലൂസീവ്ലി സെൻറ്റർ. ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. ഞാൻ പോയി ചെക്ക് ചെയ്തു. ഐ ഹാഡ് എ ഡൗട്ട് വിത്ത് ദാറ്റ്. എല്ലാം സെൻട്രലിനല്ല, സ്റ്റേറ്റ്സിനും റൈറ്റ്സ് ഉണ്ട്. സെൻറ്ററിന് എക്സ്ക്ലൂസീവായിട്ട് റൈറ്റ്സ് കിട്ടുന്നത് ആ ആക്ടിൽ ഷെഡ്യൂളിൽ പെടുത്തിയിരിക്കുന്നതിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പ്ലീസ് നോട്ട് ദാറ്റ്. ആ ആ ആ ആ ആ ഓക്കെ മെർജ് ചെയ്തു, ഒറ്റ ബാങ്കേ ഉള്ളൂ. അപ്പം RRBസിൻ്റെ ലെൻഡിങ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് 75% അങ്ങനെ ഒന്നും ഇല്ലേ? അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോക്കാം. പ്ലീസ് ചെക്ക് 75 തന്നെ ആണോ? നെക്സ്റ്റ് വൺ ഇസ് FRBM ആക്ട്. ഓക്കെ, ഒന്നുമില്ല, സിമ്പിളാണ്. FRBM ആക്ട്
നമുക്കറിയാവുന്ന കഥകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് വരാൻ കാര്യം ഈയിടെ CAG അതിനകത്ത് ഒരുപാട് അനോമലീസ് കണ്ടുപിടിച്ചു FRBM ആക്ടിൽ. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? CAG ക്യാൻ ഓഡിറ്റ് FRBM ആക്ട്. റൂൾ FRBM ആക്ട് വാസ് എനാക്റ്റഡ്, അറിയാമല്ലോ, കഥകളൊക്കെ അറിയാമല്ലോ. A key mandate of the act is that the CAG must conduct an annual compliance review of its provisions. Okay. അതായത് ഇതൊരു ആക്റ്റാണ്, ഒരു ഗവൺമെൻറ് ഉണ്ടാക്കി കൊണ്ടുവന്നൊരു ആക്റ്റാണ്. സാധാരണ ഡോക്യുമെൻറ്റ്സ് ആണ് CAG ഓഡിറ്റ് ചെയ്യാറുള്ളത്. ഈ ആക്ട് ആസ് ഇറ്റ് ഇസ് CAG നീഡ്സ് ടു ഓഡിറ്റ്. അപ്പോൾ അതിനകത്ത് FRBM ആക്ടിനകത്ത് കുറച്ച് ടാർഗറ്റ്സ് പറയുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് FRBM ആക്ട് അനുസരിച്ച് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് എത്രയാണ്? 3% ആയിരുന്നു ടാർഗറ്റ്. അപ്പം സെൻട്രൽ ഗവൺമെൻറ് ഡെപ്റ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് GDP ഷുഡ് ബി 40%. ജനറൽ ഗവൺമെൻറ് ഡെപ്റ്റ്, സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് കമ്പൈൻഡ്, it should be 60% of the GDP, but that has gone above 60% of GDP. അത് CAG കണ്ടുപിടിച്ചു ഈയിടെ. ഓക്കെ, അത്യാവശ്യം വാർത്തയായ ഒരു സംഗതിയാണ്. സോ അതൊന്ന് നോക്കി വെച്ചേക്ക്. FRBM ആക്ടും അനുബന്ധ പ്രൊവിഷൻസും. മാക്രോ എക്കണോമിക് FM ആക്ട് പ്രകാരം ദ ഗവൺമെൻറ് ഹാസ് ടു ലേ സം ഡോക്യുമെൻറ്റ്സ് ഇൻ ദ പാർലമെൻറ്റ്. എന്താണ്? മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഫിസ്ക്കൽ പോളിസി സ്ട്രാറ്റജി സ്റ്റേറ്റ്മെൻറ്റ്, മീഡിയം ടേം ഫിസ്ക്കൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ അല്ലേ FRBM ആക്ട്? ജസ്റ്റ് ഞാൻ ആ പ്രൊവിഷൻ കണ്ടതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി ടാക്സ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ. വി നോ this has come largely because of the GST overhaul. നമ്മൾ കണ്ടു, നമ്മുടെ എക്കണോമിക്സ് ഓഫ് എ ബഡ്ജറ്റ് ചിലപ്പോൾ നമ്മൾ കണ്ടതാണ് GST changes. So you know what is direct tax, what is indirect tax, impact and incidence of tax അറിയാലോ അല്ലേ? പ്രോഗ്രസീവ് ടാക്സ്. ഓക്കെ, ഡയറക്റ്റ് ടാക്സ് ആണ്. ഒന്ന് ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, ഇതെല്ലാം ഡയറക്റ്റ് ടാക്സ് ആണ്. ബിക്കോസ് ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരിടത്ത് തന്നെ ആയിരിക്കും. പോവാന്നോ? റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്. So that is progressive. Progressive എന്ന് പറഞ്ഞാൽ higher income pays more. Okay. You know this direct tax. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? നെക്സ്റ്റ് വൺ ഇസ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഇമ്പാക്റ്റ് ഒരിടത്ത്, ഇൻസിഡൻസ് വേറെ ഒരിടത്ത്. അതൊരു റിഗ്രസീവ് നേച്ചർ ആണുള്ളത്. വി ഹാവ് സീൻ വൈ എല്ലാവരും ഒരേ ടാക്സ് തന്നെ കൊടുക്കണം. ഓക്കെ, ദാറ്റ്സ് വൈ. മനസ്സിലാകുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നുണ്ടോ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി എല്ലാം ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദി സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ്. പിന്നെ ടാക്സ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഈയിടെ ഇൻകം ടാക്സ് ആക്ട് പുതിയത് വന്നു. 1968 മാറ്റി 2025 ആക്കി. അപ്പോൾ അതിനകത്ത് രണ്ട് സിമ്പിൾ ടേംസ് ആണ്. ഒന്ന് മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ്, ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ്. സെപ്പറേറ്റ്, രണ്ടിൻ്റെ കൺസെപ്റ്റ് ഒന്ന് തന്നെ, പക്ഷെ എൻ്റെ ഇമ്പാക്റ്റ് രണ്ടിടത്താണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ്? അതായത് ചില കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഉണ്ട്, ബിസിനസ് എൻറ്റിറ്റീസ് ഉണ്ട്, അവർക്ക് എത്ര ഇൻകം ഉണ്ടെങ്കിലും ദേ ആർ ഔട്ട് ഓഫ് ദ ടാക്സ് ബ്രാക്കറ്റ്. ബിക്കോസ് അവർ ടാക്സ് ഡിഡക്ഷൻസ് ഇങ്ങനെ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. നമുക്കറിയാം ഇൻകം ടാക്സിന് പല ഡിഡക്ഷൻസിനുള്ള ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ട്. അവർ ഈ ലൂപ്പ് ഹോൾസ് എല്ലാം ഉപയോഗിച്ച് ഞങ്ങൾക്ക് വരുമാനമൊന്നും ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ബട്ട് നമ്മൾ നോക്കുമ്പോൾ വൻ പ്രോഫിറ്റ്, വൻ ഡിവിഡൻസ് എല്ലാം കൊടുത്ത് ലാവിഷായിട്ടായിരിക്കും അവരിയ്ക്കുന്നത്. സോ ദേ ഹാവ് ടു പേ എ മിനിമം ടാക്സ്. എന്താണെങ്കിലും നിങ്ങളുടെ ബിസിനസ് എന്ത് ചെയ്താലും, റവന്യൂ എന്താണെങ്കിലും, വാട്ട് എവർ യു ഡു, യു ഹാവ് ടു പേ എ മിനിമം എമൗണ്ട് ഓഫ് ടാക്സ്. ദാറ്റ് ഇസ് minimum alternate tax. Now the catch is it is applicable only to corporate taxpayers. Minimum alternate tax is applicable only to corporate taxpayers. Now ഇനി ഇൻഡിവിജ്വൽസിനും ഇതേ പ്രശ്നമുണ്ട്. ഇൻഡിവിജ്വൽസും ഹൈ ഇൻകം ഏർണേഴ്സ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഔട്ട് ഓഫ് ദ ടാക്സ് ബ്രാക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല. ദേ ആർ നോട്ട് പേയിങ് ഹൗ മച്ച് ദേ ഷുഡ് ബി പേയിങ് ബിക്കോസ് ദേ ആർ ടേക്കിംഗ് യൂസ് ഓഫ് ടാക്സ് ലൂപ്പ് ഹോൾസ്. അപ്പോൾ അങ്ങനെ ഇൻഡിവിജ്വൽസിനെ പിടിക്കാനായിട്ടാണ് എന്ത് ഓൾട്ടർനേറ്റ് മിനിമം ടാക്സുകൾ കൊണ്ടുവന്നു. രണ്ട് പേരെന്തിനാണോ എനിവേ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. മേ ബി
ലാർജ്ലി ബിക്കോസ് ഈ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ടേമാണ്. ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ G20 ഫ്രെയിംവർക്കിൽ അവർ കൊണ്ടുവന്നൊരു ഇതായിരുന്നു ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ്. അതായത് കൺട്രീസ് വാട്ട് ഡു ദേ ഡു, അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് ഒരു രാജ്യത്തായിരിക്കും, ബട്ട് ദേ വിൽ ഷിഫ്റ്റ് ദെയർ പ്രോഫിറ്റ്സ് ടു ടാക്സ് ഹെവൻസ്. അപ്പം ഇപ്പം ആപ്പിൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആപ്പിൾ എന്ത് ചെയ്യും, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സും ഓപ്പറേഷൻസും ഫിനാൻസസും ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാതെ ഏതെങ്കിലും ടാക്സ് ഹെവനിൽ കൊണ്ട് പ്രവർത്തിക്കും. അപ്പം ദെയർ ബൈ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട, ഇന്ത്യ ഹാസ് ഇറ്റ് ലൂസ് എ ലോട്ട് ഓഫ് മണി. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലോബൽ മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്ന സാധനം കൊണ്ടുവന്നിരുന്നു. സോ ദാറ്റ് ഇസ് മോർ ഓഫ് എ ഗ്ലോബൽ ടേം ദാറ്റ് ഇസ് ആപ്ലിക്കബിൾ ഓൺലി ടു കോർപ്പറേറ്റ്സ്. Maybe that's why in India, for individuals, they bought a different name. Maybe that's why. Yeah. G20 ഫ്രെയിംവർക്കിലാണ് അത് എല്ലാ രാജ്യങ്ങളും കോമൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തത്. ഐ തിങ്ക് MIT വാസ് ബോട്ട് ഇൻ ബൈ OECD. ഐ തിങ്ക് സോ. ഏതാ? അല്ല, ബേസ് ഇറോഷൻ പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്ലോബൽ ടേം. OECD മാത്രമല്ല, ഇറ്റ് ഹാപ്പൻസ് എവരിവെയർ. India is not an OECD country, but it is happening in India also. വളരെ സിമ്പിളാണ്. ബേസ് ഇറോഷൻ പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് ലിറ്ററൽ ടേം, പ്രോഫിറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ എനി കൺട്രി. സോ മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്നുള്ള കൺസെപ്റ്റ് ഐ തിങ്ക് ഇറ്റ് വാസ് ഫസ്റ്റ് ബോട്ട് ബൈ OECD ആൻഡ് ലേറ്റർ G20 countries accepted it for everyone. I think so. ആണല്ലേ? ലാസ്റ്റ് ഇയറിലൊക്കെ അതൊരു ട്രെൻഡിങ് ടോപ്പിക് ആയിരുന്നു. ലാസ്റ്റ് ഇയറിലാണ് ഈ സാധനമൊക്കെ വന്നത്. സോ കൺസെപ്റ്റ്സ് ഒന്നുമില്ല. ടാക്സ് ബേസ്, യു നോ വാട്ട് ഇസ് ടാക്സ് ബേസ്? ടാക്സ് ബേസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇത് പറയാൻ കാര്യം ചിലപ്പം ക്വസ്റ്റ്യൻ വരും അതിനകത്ത്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ടാക്സ് റവന്യൂ കൂട്ടാൻ എന്ത് ചെയ്യും? ഓപ്ഷൻസ്: ഇൻക്രീസ് ടാക്സ് ബേസ്. അപ്പോൾ ടാക്സ് ബേസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. വാട്ട് ഇസ് ടാക്സ് ബേസ്? എന്തോ ടാക്സ് ബ്രാക്കറ്റ് അല്ല. നോ, ദാറ്റ് ഇസ് ഇൻകം ടാക്സ്. ടാക്സ് ബേസ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, യു ബ്രിങ് സംതിങ് ദാറ്റ് വാസ് നോട്ട് ടാക്സബിൾ ഇൻ ടു ടാക്സേഷൻ. ഓക്കെ, ദാറ്റ് ക്യാൻ ഹാപ്പൻ. അതായത് ഇപ്പം ഇപ്പോഴത്തെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഐ തിങ്ക് 6 lakhs വരെ ഇൻകം ഏൺ ചെയ്യുന്നവർ ടാക്സ് അടയ്ക്കണ്ട. 12 lakhs വരെ ടാക്സേ അടയ്ക്കേണ്ടതാണോ? ഐ ഡോണ്ട് തിങ്ക് സോ. വൈഡൻ ആക്കി, ബട്ട് ഔട്ട് ഓഫ് ദ ടാക്സ് ബ്രാക്കറ്റ് ഇൻകം ടാക്സേ അടയ്ക്കേണ്ടാത്തത് നേരത്തെ 4 lakhs ആയിരുന്നു, അത് കൂട്ടി 6 lakhs ആക്കിയിട്ടുണ്ട്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. 12 lakhs വരെ എന്തായാലും വരില്ല. നോ 12 ആ ബ്രാക്കറ്റിൽ വന്ന മാറ്റമായിരിക്കും. എനിവേ 12 lakhs താഴോട്ട് ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. നോ 4 lakhs ആയിരുന്നു, അത് 6 lakhs ആക്കി. ദാറ്റ്സ് വാട്ട് മൈ ഐഡിയ. എനിവേ, അപ്പോൾ 1 lakh to 4 lakh എന്നുള്ളൊരു ടാക്സ് ബ്രാക്കറ്റിന് പുറത്തേക്കാണ്. അപ്പോൾ അവരുടെ വേണമെങ്കിൽ ടാക്സ് ബേസ് എനിക്ക് കൂട്ടാം, അവരെ വേണമെങ്കിൽ ടാക്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇൻക്രീസിങ് ടാക്സ് ബേസ്. പിന്നെ ഇപ്പോൾ ടാക്സ് അടയ്ക്കേണ്ടാത്തൊരു സാധനം, ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, എഗ്സ്, അതിന് GST ഇല്ല. ഐ ക്യാൻ ബ്രിങ് ഇറ്റ് അണ്ടർ GST ആൻഡ് ഐ സേ ഐ എക്സ്പാൻഡഡ് ദ ടാക്സ് ബേസ്. അപ്പം യു ആർ ബ്രിങ്ങിങ് സംതിങ് ദാറ്റ് വാസ് ഔട്ട് ഓഫ് ദ ടാക്സ് ബേസ്, ഔട്ട് ഓഫ് ദ ടാക്സ് സിസ്റ്റം ഇൻ ടു ദ ടാക്സ് സിസ്റ്റം. ദാറ്റ് ഇസ് നോൺ ആസ് എക്സ്പാൻഷൻ ഓഫ് ടാക്സ് ബേസ്. 0 ആണ്. ആണോ? 6 lakhs അല്ല, 12 lakhs വരെ ടാക്സ് അടയ്ക്കണ്ട. Yeah, 4 to 8, 5%. Yeah. ഓ ശരി. ടെക്നിക്കലി ഔട്ട് ഓഫ് ദ ടാക്സ് ബ്രാക്കറ്റ് 4 lakhs വരെ ഉള്ള ടാക്സേ അടയ്ക്കണ്ട. നൗ ഈ 5%-ഉം 10%-ഉം തിരിച്ചു വരും. Anyway, they are not out of the tax bracket. They have to pay tax. Rebate വരും, that is up to them. Anyway,
They are in the tax bracket. നെറ്റ് സീറോ അതിനകത്ത് എന്തെങ്കിലും രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഓൾഡ് ടാക്സ് സ്കീമും ഉണ്ട്, ന്യൂ ടാക്സ് സ്കീമും രണ്ടെണ്ണം ഉണ്ട്. നെറ്റ് സീറോ ആവാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ദാറ്റ് വിൽ, അതായത് 12 lakhs മുകളിൽ റവന്യൂ ഉള്ള അത്രയും പേരെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. യാ, സോ തിയററ്റിക്കലി നമ്മുടെ 4 lakhs വരെയാണ് ടാക്സ് എക്സംഷൻ ഉള്ളത്. ദേ ആർ ഔട്ട് ഓഫ് ദ ബ്രാക്കറ്റ്. ഫ്രം 4 lakhs ദേ ഹാവ് ടു പേ ടാക്സ്. റിബേറ്റ് കൊടുക്കുന്നത് ഇറ്റ് ഇസ് പോളിസി, പാർട്ട് ഓഫ് പോളിസി. അങ്ങനെ ഉണ്ടാവും. 12 lakhs വരെയുള്ള ഒരു ടാക്സ് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള റവന്യൂ ഡിപ്പായിരിക്കും. പിന്നെ ഈ പറഞ്ഞ ക്ലോസ് ഉണ്ടാവും. സി, എനിക്ക് റിബേറ്റ് കിട്ടണമെങ്കിൽ ഐ ഹാവ് ടു സ്പെൻഡ് ഇറ്റ് സംവെയർ. ഇപ്പം ഹൗസ് റെന്റ് കൊടുക്കുന്നുണ്ട്, ഞാൻ വീട് മേടിച്ചു, ഞാൻ ഹൗസിംഗ് ലോൺ അടയ്ക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ റിബേറ്റ് കിട്ടും. എനിക്ക് 12 lakhs വരുമാനമുണ്ട്, എനിക്ക് വേറെ എക്സ്പെൻസ് ഒന്നും ഇല്ല. ഹൗ വിൽ ഐ ക്ലെയിം ദ റിബേറ്റ്? ഐ ഹാവ് ടു പേ ദ ടാക്സ്. സോ ഇൻ എഫക്റ്റ് ഐ ആം ഇൻ ദ ബ്രാക്കറ്റ്. പിന്നെ ടാക്സ് ബോയൻസി, ഇറ്റ് ഇസ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ടാക്സ് റവന്യൂ ടു GDP ചേഞ്ച്. അറിയാവോ ടാക്സ് ബോയൻസി എന്താന്ന്? ഒന്നുമില്ല, സിമ്പിളാണ്. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ GDP കൂടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. സോ GDP കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് അക്കോമ്പനേഡ് ബൈ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ കൂടിയാലും ടാക്സ് കൂടും. സോ GDP ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ പാരലലി ടാക്സ് റവന്യൂ ഓൾസോ ഷുഡ് ഗോ അപ്പ്. ഓക്കെ, ദാറ്റ് ഇസ് നോൺ ആസ് ടാക്സ് ബോയൻസി. ബോയൻസി എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിക്കുക. വെള്ളത്തിൽ തടി നോക്കിയിട്ട് അതിങ്ങനെ പൊങ്ങി വരില്ലേ? ലൈക്ക് ദാറ്റ് ടാക്സ് റവന്യൂ ഇസ് ഓൾസോ ഗോയിങ് അപ്പ്. നൗ ദർ ഇസ് എ സെപ്പറേറ്റ് ടേം, ടാക്സ് ഇലാസ്റ്റിസിറ്റി. ടാക്സ് ബോയൻസി ഉണ്ട്, ടാക്സ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. 2 are സെപ്പറേറ്റ് ടേംസ്. ടാക്സ് ബോയൻസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, GDP കൂടുമ്പോൾ ടാക്സ് റവന്യൂ കൂടിയാൽ മതി, അതെങ്ങനെയെങ്കിലും കൂട്ടിയാൽ മതി. ചിലപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് 30% എന്നുള്ളത് 100% ആക്കിയാലും കുഴപ്പമില്ല. ടാക്സ് റവന്യൂ കയറുന്നത് കണ്ടാൽ മതി. എനിക്ക് ടാക്സ് ബേസ് ഞാൻ കൂട്ടി. ഈ പറഞ്ഞ പോലെ 1 രൂപ വരുമാനം ഉള്ളവരും ടാക്സ് അടയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് ടാക്സ് ബ്രാക്കറ്റിൽ വന്നു, ടാക്സ് റവന്യൂ കൂടി ഉള്ള ടാക്സ് ബോയൻ്റ് ആണ്. ടാക്സ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് മോർ ഓഫ് എ പ്രൊഡക്റ്റീവ് തിങ്. അതായത് ഞാൻ പോളിസി പരമായി ഒന്നും ചെയ്തില്ല, ഞാൻ ഇൻകം ടാക്സ് ബ്രാക്കറ്റ് കൂട്ടിയില്ല, ഒന്നും ചെയ്തിട്ടില്ല. എവറി ടാക്സ് ബ്രാക്കറ്റ്, എവറിത്തിങ്, എവറി ലോ വാസ് ദ സെയിം, ബട്ട് ടാക്സ് സ്റ്റാർട്ട്സ് ടു റൈസ്. കാരണം എന്താ? അവിടെയാണ് പ്രൊഡക്ടിവിറ്റിയുടെ ഇരിക്കുന്നത്. ഞാൻ പോളിസി മൂലമല്ല ടാക്സ് റേറ്റ് കൂട്ടിയത്, പ്രൊഡക്ഷൻ കൂടി. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ ഇപ്രാവശ്യം കൂടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ടാക്സ് കൂടി. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഇൻകം എനിക്ക് കൂടി. നമ്മുടെ പ്രോഗ്രസീവ് ടാക്സ് പെർസെൻറ്റേജ് ആണല്ലോ. എൻ്റെ ഇൻകം കൂടിയ പെർസെൻറ്റേജ് ടാക്സ് റവന്യൂ കൂടും. അപ്പം ഗവൺമെൻറ് അവിടെ ഇൻകം ടാക്സ് റേറ്റ് കൂട്ടിയില്ല, ടാക്സ് ബേസ് കൂട്ടിയില്ല, അങ്ങനെ പോളിസി പരമായി ഒന്നും ചെയ്തിട്ടില്ല. നാച്ചുറലി ടാക്സ് കൂടാൻ തുടങ്ങി, കളക്ഷൻ കൂടാൻ തുടങ്ങി. ദാറ്റ് ഇസ് ടാക്സ് ഇലാസ്റ്റിസിറ്റി. ദാറ്റ് ഇസ് നോട്ട് എസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ടാക്സ്. ഓക്കെ, അതാണ് 2 കൺസെപ്റ്റ്, ടാക്സ് ബോയൻസി ആൻഡ് ടാക്സ് ഇലാസ്റ്റിസിറ്റി. സെയിം ഫോർമുല, അതായത് ടാക്സ് ഡെൽറ്റ ടി ബൈ GDP, അത്രേ ഉള്ളൂ. സെയിം ഫോർമുലയാണ്, ബട്ട് ഐഡിയ ഇസ് ഡിഫറെൻറ്റ്. പോളിസി മാറ്റേഴ്സിനകത്തൊന്നും ടാക്സ് ഇലാസ്റ്റിസിറ്റി ഇല്ല. That's only difference. It shows automatic growth in revenue reflects efficiency in the tax system. Okay. ചിലപ്പോൾ ചോദിക്കാം, ടാക്സ് ഇലാസ്റ്റിസിറ്റി കൂടുമ്പോഴാണോ, ടാക്സ് ബോയൻസി കൂടുമ്പോഴാണോ എഫിഷ്യൻസി ഇൻ ടാക്സ് സിസ്റ്റം കാണിക്കുന്നത് എവിടെയാണ്? ടാക്സ് ഇലാസ്റ്റിസിറ്റി ആണ്. ദാറ്റ് ഇസ് വാട്ട് വി എക്സ്പെക്ട്. കാരണം നമ്മൾ പോളിസി ചേഞ്ചസ് എന്തിനാണ് ചെയ്യുന്നത്? വെൻ വി സീ ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ നോട്ട് പേയിങ് ടാക്സ്, ടാക്സ് എവേഷൻ ഒരുപാട് നടക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരുപാട് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പോളിസി പരമായിട്ട് ടാക്സ് കൂട്ടുന്നത്. ടാക്സ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആർ നാച്ചുറലി പേയിങ് ദെയർ ടാക്സസ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. ദാറ്റ് ഇസ് എ ഗുഡ് തിങ് ഇൻ എ ഇലാസ്റ്റിക് ടാക്സ് സിസ്റ്റം. നോ ഇഷ്യൂസ്.
ക്ലിയർ ആണോ? അടുത്തത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് റീഫോം ആണ്. 9 മണി വരെ അല്ലേ ക്ലാസ് പറഞ്ഞു? സോ റീഫോംസിലേക്ക് പോകുന്നതിന് മുമ്പ് വിൽ സി ബേസിക്സ് ഓഫ് സം ജി എസ് ടി. ജി എസ് ടി indirect tax ആണ്, we know. It was brought in by the 101st Constitutional Amendment Act. മെയിൻ കമ്പോണൻസ് ഓഫ് ജി എസ് ടി നമ്മൾ കണ്ടു, നമ്മൾ എക്കണോമിക് സർവേ ക്ലാസ്സിൽ കണ്ടു. സെൻട്രൽ ജി എസ് ടി, സ്റ്റേറ്റ് ജി എസ് ടി, യൂണിയൻ ടെറിട്ടറി ജി എസ് ടി ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി. ഇമ്പോർട്ട്സ് ഇതിനകത്ത് വരും. ഇമ്പോർട്ട്സ് ഏത് ജി എസ് ടിയിൽ പെടും? നമ്മൾ കണ്ടതാ, ക്ലാസ്സിൽ കണ്ടതാ. ഞാനത് വിശദമായിട്ട് പറയുകയും ചെയ്തു. എല്ലാവരും ഞാൻ പിടിക്കും. ഏത് ക്ലാസ്സിലാ? അല്ല മീൻ ഏത് ടാക്സിലാ? Why imports are treated as integrated GST? Because imports are considered as intrastate trade. Imports are charged under integrated GST. നമ്മൾ കണ്ടായിരുന്നു, നമ്മൾ കസ്റ്റംസ് ഡ്യൂ റിസ്ട്രിക്ഷനിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളും ഇമ്പോർട്ട് ചെയ്യുന്ന ഫിഷ്, അതായത് ഇന്ത്യൻ ടെറിട്ടോറിയൽ ജൂഡിസ്ഡിക്ഷനിൽ നിന്ന് ഞാൻ പിടിച്ചുകൊണ്ട് വരുന്ന ഫിഷ്, അതിനെ എക്സ്പോർട്ടായിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോറി, ഇമ്പോർട്ടായിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ കസ്റ്റംസ് ജൂഡിസ്ഡിക്ഷൻ മാറ്റി. പിന്നെ ഞാനിപ്പം എൻ്റെ ടെറിട്ടറിയിൽ നിന്ന് പുറത്തു പോയി മീൻ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവരാതെ നേരെ ദുബായിക്ക് കൊണ്ടുവിറ്റ ദാറ്റ് ഇസ് എക്സ്പോർട്ട്. അത് ഇന്ത്യൻ ടെറിട്ടറിയിൽ വരണമെന്നില്ല. കസ്റ്റംസ് ടെറിട്ടറി ഉണ്ട്, അതിൻ്റെ ഒരു കറക്റ്റ് ബോർഡർ ഉണ്ട്. നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനകത്ത് വരെ, ടെറിട്ടോറിയൽ വാട്ടേഴ്സ് വരെ. പിന്നെ നമ്മൾ സെസ് കണ്ടു, സെസ്സിനകത്ത് നിന്നുള്ള എക്സ്പോർട്സ്. സെസ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻറ്റ് കസ്റ്റംസ് ടെറിട്ടറി ആണ്. ഞാൻ ഇവിടുന്ന് IT പാർക്കിൽ പോയി ഒരു സോഫ്റ്റ്വെയർ മേടിച്ചാൽ ദാറ്റ് ഇസ് ഇമ്പോർട്ട്. നമ്മുടെ കേരളത്തിലാണ്, നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഇരിക്കുന്ന സാധനമാണ്. പക്ഷേ അവിടെ പോയി ഞാൻ സാധനം മേടിച്ചാൽ ദാറ്റ് ഇസ് ഇമ്പോർട്ട്. ദാറ്റ് ഇസ് അത് സെപ്പറേറ്റ് കസ്റ്റംസ് ഏരിയ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. So IGST is collected by the center and shared with the states. സോ ഇതാണ് ടാക്സ് റീഫോം. വളരെ സിമ്പിളാണ്. നേരത്തെ 4 സ്ലാബ് ഉണ്ടായിരുന്നത് ഇപ്പം 5% 18 സ്ലാബിലേക്ക് മാറ്റി. പിന്നെ ഒരു അഡീഷണൽ 40% ഡീമെറിറ്റ് ടാക്സ് സ്ലാബും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഏതൊക്കെ മാറ്റി എന്തൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. Just keep in mind these rates, okay? 5%, 18%, 40%. അടുത്ത സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി. ഇതിനെപ്പറ്റിയും ചോദ്യം രണ്ട് പ്രിലിംസിന് അടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയുടെ കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്തും ആൻസർ ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഇല്ലേ, അതിൻ്റെ ഡിജിറ്റൽ ഫോം, അത്രേ ഉള്ളൂ. നത്തിങ് മോർ ടു ഇറ്റ്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ. ഇതൊന്ന് വായിച്ചു നോക്കി. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ആൻസർ സമയം കഴിഞ്ഞു. ഏതാ? ഒന്നുകൂടെ വായിക്കേ. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കാശ്, എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന കാശ്, അതേ സാധനം ഡിജിറ്റലി RBI ഇറക്കുന്നു. ആ സാധനം ഡിജിറ്റലി മാത്രമേ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ATM ഇപ്പോൾ വിഡ്രോ ചെയ്ത് ക്യാഷ് ആക്കാൻ പറ്റത്തില്ല. ബാക്കിയെല്ലാം സെയിം കണ്ടീഷനാണ്. ഇനി പറ, ഇതിനകത്ത് ഏതാണ് കറക്റ്റ്? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദ്യം, ഇൻകറക്റ്റ് എന്നല്ല. ഇനി ആലോചിച്ച് നോക്ക്. ഇതാ ആരാണ് 2 ഡിജിറ്റൽ കറൻസി ക്യാൻ ബി
അതെങ്ങനെയാണ് അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ വയ്ക്കുന്നത്? എൻ്റെ പൈസ, ഞാൻ ബാങ്കിൽ കിടക്കുന്ന എൻ്റെ കാശ് 100 രൂപ, ആ 100 രൂപ അടുത്ത മാസം 1-ാം തീയതി ഞാൻ ചിലവാക്കിയില്ലെങ്കിൽ അത് ഇല്ലാണ്ടായി പോകുന്നു പറയുമോ? എന്നാലും അതിന്റെ വാല്യൂ ഉണ്ടല്ലോ. നേരത്തെ 1000 രൂപ ഡിമോണിറ്റൈസ് ചെയ്തപ്പോൾ അതിന്റെ വാല്യൂ എൻ്റെ തന്നെ ഉണ്ട്. അത് ഞാൻ ബാങ്കിൽ കൊണ്ട് കൊടുത്ത് വേറെ എന്തെങ്കിലും ആക്കി മാറ്റാം. ഒന്നുകിൽ അച്ചടിച്ച പുതിയ കറൻസി തരണം. അതിൽ RBI പറയുന്നില്ല ഐ പ്രോമിസ് ടു പേ ദ ബിയറർ ദ സം ഓഫ് 1000 rupees. അത് ആർക്കും ചുമ്മാ എടുത്തോണ്ടോ പറ്റത്തില്ല. ഹി ഹാസ് ടു ഗിവ് മീ സംതിങ് ദാറ്റ് വാല്യൂസ് 1000 rupees. അപ്പൊ ഹൗ വിൽ ദിസ് ബി കറക്റ്റ്? A digital currency can be distributed with a condition programmed to it, such as a time frame for spending it. അതെങ്ങനെ ടൈം ഫ്രെയിം കൊടുക്കും? ഇല്ല, അത് ഫ്യൂച്ചറിലെ കാര്യം. ഫ്യൂച്ചറിൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. സി നോ 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 let me tell you. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞ സാധനം RBI ഇറക്കി. RBI അതിന് കുറെ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. ദിസ് ആൻഡ് ദിസ് ആർ ദ കണ്ടീഷൻസ് വിത്ത് ദിസ്. അത് വെച്ചിട്ടാണ് ചോദ്യം വരിക. അല്ലാണ്ട് ഹൈപ്പോത്തറ്റിക്കൽ എനിക്ക് എന്ത് വേണം ചോദിച്ചുകൂടെ? നാളെ ഇത് ശരിയായിക്കൂടെ? എനിക്ക് സ്വിഫ്റ്റ് സിസ്റ്റം വേണം. എന്താണ് സ്വിഫ്റ്റ് സിസ്റ്റം? ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നടത്തണമെങ്കിൽ ഇപ്പം ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് കാശ് അയക്കുന്നു. ഇന്ത്യയിൽ ഹിന്ദിയാണ്, ജർമ്മനി ജർമ്മനാണ്. അപ്പോൾ ഒരു മിസ്മാച്ച് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. നാളെ ഇതും പറയാം. ഇപ്പൊ കേന്ദ്രത്തിൽ ഹിന്ദിയാ, കേരളത്തിൽ മലയാളമാ. നിങ്ങൾ നാളെ സ്വിഫ്റ്റ് ഉപയോഗിച്ച് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കാശ് അയച്ചാൽ മതി എന്ന് വേണേൽ പറയാലോ. ദാറ്റ് ഇസ് ഹൈപ്പോത്തറ്റിക്കൽ കേസ്. നോ 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 വാട്ട് വി ഹാവ് ടു ഓൺലി തിങ്ക് ഇസ് RBI ഹാസ് ബോട്ട് ഔട്ട് CBDT ആൻഡ് ഇറ്റ് ഹാസ് ഗിവൺ സം ഗൈഡ് ലൈൻസ്. അതിനകത്ത് നിൽക്കുകയുള്ളൂ. ഇറ്റ് കനോട്ട് ഗോ അബൌട്ട്. RBIക്ക് എങ്ങനെ അല്ല ലോജിക്കലായിട്ട് ആലോചിക്കൂ. യാ No, this is wrong. No doubt with that. One only an answer. You cannot set a time frame. How can you set a time frame? This is a question regarding CBDT. RBI CBDT. RBI ഇറക്കിയിട്ടുള്ളത് ഏത് രാജ്യത്തിന്റെ ആവാമെന്നാണോ? എനിക്ക് മനസ്സിലായത് ദിസ് ഇസ് റിഗാർഡിങ് RBI's CBDT ക്വസ്റ്റ്യൻ. അപ്പൊ അതിനകത്ത് RBI ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ഇന്ന സമയത്തിനുള്ളിൽ ഇത് സ്പെൻഡ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇഫ് യു വാണ്ട് ഇറ്റ് ക്യാൻ ബി ഡിബേറ്റബിൾ. സെൻട്രൽ ബാങ്ക് എനിവേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റൈറ്റ്. അതില്ലാതെ ചെയ്യാം. കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന RBI ഇഷ്യൂ വിത്ത് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എൻ്റെ കയ്യിൽ അതുണ്ട്. അതെനിക്ക് വേണം ഇയാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതിന് സ്വിഫ്റ്റ് വേണോ? വേണ്ട. ഡോളർ ആക്കണോ? വേണ്ട. അതുപോലെ RBIയുടെ ഡിജിറ്റൽ കറൻസി, ഇറ്റ് ഈസ് മൈ ഹാർഡ് ഏൺഡ് മണി, ഇറ്റ് ഈസ് ഇൻ ദ ബാങ്ക്. ദേ കനോട്ട് സേ ദാറ്റ് യു ഹാവ് ടു സ്പെൻഡ് ഇറ്റ് ബിഫോർ ദിസ് പീരിയഡ് ഓഫ് ടൈം. അത് ലോജിക്കലാണ്. അങ്ങനെ ആലോചിക്കാം. ഇറ്റ്സ് എ ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ. ഏതെങ്കിലും രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് കറൻസിയും ആവാം, അങ്ങനെയും ആവാം. എനിവേ അതവിടെ കിടക്കട്ടെ. ഇതുകൂടെ ആൻസർ ചെയ്തിട്ട് പോയിക്കോ. ഏതാണ് ശരി? ഓപ്ഷൻസ് ഇട്ടിട്ടില്ല. ഇറ്റ് ഈസ് എ സോവറിൻ കറൻസി ഇഷ്യൂഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ശരിയാണ്, ഡിജിറ്റൽ നമ്മുടെ കറൻസി തന്നെ. ഓക്കെ,
ഓക്കെ, ഇവിടെ ഡിജിറ്റൽ റുപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേ ക്വസ്റ്റ്യനിൽ that question is debatable. നിങ്ങൾ പറഞ്ഞതും ശരിയാവാം. It appears as a liability on the RBI's balance sheet. കറൻസി തന്നെയാണ്, ശരിയാണ്. It is insured against inflation by its very design. അങ്ങനെയായിരുന്നു എന്ത് സുഖമായിരുന്നു അല്ലേ? തെറ്റാ. It is freely convertible against commercial bank money and cash. ഏതാ? പിന്നെ എന്നാ പിന്നെ ഡിജിറ്റൽ റുപ്പിയുടെ ആവശ്യം എന്താ ഉള്ളത്? It cannot be converted into cash. ഡിജിറ്റൽ ഫോം ആണ്, ബട്ട് വി ഹാവ് ടു യൂസ് ഇറ്റ് ഡിജിറ്റലി. നോ അത് ക്യാഷ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, അതാണ് അതിന്റെ പ്രത്യേകത. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചില്ലേ, വൈ ഡു യു, അതാണ് പിന്നെ ബാങ്കിൽ കിടക്കുന്ന ക്യാഷും ഡിജിറ്റൽ റുപ്പിയായിട്ട് എന്താണ് വ്യത്യാസം? സെപ്പറേറ്റ് ഡിജിറ്റൽ റുപ്പി എന്ന് പറഞ്ഞാൽ RBI ഇറക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അത് വാലറ്റ്സിലൂടെയൊക്കെ ട്രേഡ് ചെയ്യാനുള്ളതാണ്. ഈ ആൻഡ് ക്യാഷ് എന്നുള്ളതാണ് ഇവിടുത്തെ ക്യാഷ്. സോ 1 and 2. അല്ലേ, ശരിയല്ല? അതിനകത്ത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? കൺവേർട്ടബിൾ ആണോ? ഓക്കെ, വിൽ സീ ദാറ്റ് ദെൻ. ഡിജിറ്റൽ റുപ്പി ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണോ പറഞ്ഞിരിക്കുന്നത്? എന്തുവാ സോഴ്സ്, എന്തുവാ? ആണോ? വിൽ ചെക്ക് ദാറ്റ് ഒക്കെ. ആണോ? നോ, വാട്ട് ഐ വാസ്, ഞാൻ ഈ സാധനം വായിച്ചിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ റുപ്പി ക്യാൻ ബി ട്രേഡഡ് ഓൺലൈൻ. യു കനോട്ട്, അതായത് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒഴിവാക്കണം. ദാറ്റ് ഇസ് വൈ ഈ റുപ്പി ഈസ് കമ്മിങ്. So if you can convert it into cash, it's very purpose is good. അല്ല, അപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് അങ്ങനെ തന്നെയല്ലേ നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നത്? സി എന്ന് പറയുമ്പോൾ എന്താ? രണ്ടും കറക്റ്റ് ആണെന്നാണോ? ഓക്കെ, അത് എന്തുവായിരുന്നു ആ ക്വസ്റ്റ്യൻ? Okay, maybe the question is about global currencies. ഇതിന്റെ എന്താണ് ലാസ്റ്റ്? ശരിയാണോ? ഒഫീഷ്യൽ കീയിലും ശരിയാണോ? ഓക്കെ, അല്ല, ക്രിപ്റ്റോ കറൻസി കൺവേർട്ട് ചെയ്യാം, ബിറ്റ് കോയിൻ ക്യാഷ് ആക്കാൻ പറ്റും. Okay. Maybe. Anyway, I'll see to it. So that's it. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. 1-2 ക്ലാസ് ഉണ്ടാവും, റിവിഷൻ സെഷൻസ് ഉണ്ടാവും. സോ ഐ ഡു ഇറ്റ് സെപ്പറേറ്റ്ലി.